ദാരിദ്ര്യത്തെ സംബന്ധിച്ച്, ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നമ്മുടെ ഭരണകൂടം വളരെ കൃത്യമായി സോഷ്യോ എക്കണോമിക് ഡാറ്റകൾ സമാഹരിക്കേണ്ടതുണ്ട്. കൊടുക്കുന്നില്ല. വളരെയധികം വേദനിപ്പിക്കുന്ന കഥകളാണ്, അനുഭവങ്ങളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാസ്റ്റ് ആൻഡ് ഡെമോക്രസി ആർ ഇൻകോമ്പാറ്റബിൾ. ജാതിക്കും ജനാധിപത്യത്തിനും ഒത്തുപോവുക സാധ്യമല്ല. 10,000 ആയുധമേന്തിയ കുതിരപ്പടയും ഒക്കെയുള്ള, ആനപ്പടയും ഒക്കെയുള്ള സൈന്യം അവരോട് പൊരുതി രക്തസാക്ഷികളായി 28,000-നെ ഏതാണ്ട് തോൽപ്പിച്ച് വിജയിച്ച ദളിത ഈ വിപ്ലവ വിജയ ദിനമാണ് ജനുവരി 1. അത് നമ്മൾ കൊണ്ടാടുന്നുള്ള കാര്യം നമുക്കറിയില്ല. കേരളത്തിൽ ജിൻവാൽജിന്റെ ഒക്കെ സ്റ്റോറി വായിച്ചു കിടന്നവരാ നമ്മൾ. പക്ഷേ മധു പട്ടിണി കിടന്നിട്ട് അല്പം ആഹാരം എടുത്തതിന് ആൾക്കൂട്ട കൊല നടന്ന കേരളമായത്. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയ്ക്ക് കാവലിരിക്കാൻ ചെന്ന ആദിവാസിയെ കണ്ടപ്പോ കള്ളനാന്ന് തോന്നിയിട്ട് തല്ലിക്കൊന്ന നാടായി കേരളം. ജാതി തീവ്രം ബാധിച്ചൊരു കേരളം, ജാതി അസമത്വം ബാധിച്ചൊരു കേരളം. ഇവിടെയാണ് പറയുന്നത് എന്താണ്, ഇനി നിന്റെയൊക്കെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണണമെന്നുള്ളതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ആലോചിക്കും. അയ്യങ്കാളുടെയും അംബേദ്കറുടെയും കൊച്ചുമക്കൾ ആലോചിക്കുന്ന ഒരു കാലത്താണ് ഇനി. അധികകാലം ഈ പണി, ഈ വഞ്ചന നടക്കുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് KPCC പ്രസിഡന്റ് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. അതുകൊണ്ട് DCC പ്രസിഡന്റുമാർക്കാണ് സ്ഥാനം. ചില്ലുവാനം പേര് പാർലമെന്റിലുണ്ട്, ഒരു കാര്യവുമില്ല. 16 പേര് കേരളത്തിലുണ്ട്, വല്ല കാര്യമുണ്ടോ? അങ്ങനെ പോയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ചങ്കൂറ്റത്തോടെ സമുദായത്തിന് വേണ്ടി നട്ടല്ലോടെ നിവർന്നു നിന്ന് കണക്ക് പറഞ്ഞ് അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുന്ന സമുദായ പ്രതിനിധികളെ നിയമസഭയിൽ എത്തിക്കണം. അതാ പരിഹാരം. ELF സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓപ്പൺ സെമിനാറിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ELFിൻ്റെ സ്റ്റേറ്റ് കൺവീനർ സഹോദരൻ ലിതേഷ്, ഈ സെമിനാർ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രാതിനിധ്യ ജനാധിപത്യത്തെയും ജാതി സെൻസസിനെയും ആസ്പദമാക്കി വളരെ ഉജ്ജ്വലമായ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച ELFിൻ്റെ ജനറൽ കൺവീനർ സഹോദരൻ സന്തോഷ് പാലത്തുംപാടൻ, ഇവിടെ ഈ വിഷയത്തിന്മേൽ സംസാരിച്ച APMSൻ്റെ ജനറൽ സെക്രട്ടറി ആലങ്കോട് സുരേന്ദ്രൻ സാർ, അതേപോലെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന വിളക്കത്തല നായർ സമാജത്തിൻ്റെ പ്രതിനിധിയായ സുരേഷ് കുന്നത്ത്, പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഊഷ്മളമായ ജനാധിപത്യ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജയ് ഭീം. സമകാലിക ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ജാതി സെൻസസ് എന്നത്. ജാതി സെൻസസുമായി ചേർത്ത് വെച്ചുകൊണ്ട് പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രാതിനിധ്യ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സെൻസസിലൂടെ നമ്മുടെ രാഷ്ട്രം എന്താണോ നിർവഹിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ജനാധിപത്യപരമായ മാറ്റമാണ്, പരിവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ടത്, അതിലേക്കുള്ള മാർഗമാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത് സെൻസസിനെ സംബന്ധിച്ച ഒട്ടനവധി സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി സെൻസസിന് അനുകൂലമായും പ്രതികൂലമായും നിലപാടെടുക്കുന്ന പാർട്ടികളും സാമുദായിക സംഘടനകളുമൊക്കെ നമ്മുടെ കേരളത്തിലുമുണ്ട്.
ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരുപക്ഷെ ഉദ്ഘാടകൻ വളരെ വിശദമായി പ്രതിപാദിച്ചതുകൊണ്ട് എനിക്ക് കടക്കേണ്ടതില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഈ ടൈറ്റിലുമായി ജാതി സെൻസസ് എന്ന ഈ മുദ്രാവാക്യവുമായി ഇടയുന്ന ഒരു പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ നാളെ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിവുള്ളതുപോലെ നാളെ കേരളത്തിലെ LDF സർക്കാർ, പിണറായി സർക്കാർ കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രഖ്യാപനം അതിദരിദ്ര മുക്ത കേരളം എന്നതാണ്. കേരളത്തിൽ അതിദരിദ്രരില്ല. ദാരിദ്ര്യം കേരളം പരിഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാളെ മുതൽ നമ്മുടെ കേരളത്തിൽ ഇനി അതിദരിദ്രർ, പട്ടിണിക്കാർ, അതീവ പാപങ്ങൾ ഉണ്ടാവുകയില്ല. ഇതൊരു പ്രഖ്യാപനമാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ഏത് ആധികാരികമായ ഡാറ്റകളുടെ വെളിച്ചത്തിലാണ് കേരള മുഖ്യമന്ത്രി പിണറായിക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയുന്നത്? ഒരു ഭരണാധികാരിയുടെ, ഒരു മുഖ്യമന്ത്രിയുടെ ഒറ്റ ദിവസത്തെ പ്രഖ്യാപനം കൊണ്ട് ഇല്ലാതാവുന്ന ഒന്നാണോ ദാരിദ്ര്യം എന്ന് പറയുന്നത്? ദാരിദ്ര്യത്തെ സംബന്ധിച്ച്, ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നമ്മുടെ ഭരണകൂടം വളരെ കൃത്യമായി സോഷ്യോ എക്കണോമിക് ഡാറ്റകൾ സമാഹരിക്കേണ്ടതുണ്ട്. സമാഹരിച്ചിട്ടില്ല എന്നല്ല, നമ്മുടെ മുമ്പിൽ കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ ഇക്കണോമിക് റിവ്യൂ ഉണ്ട്. കേരളത്തിലെ അതിപിന്നോക്ക വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും ദലിതരുടെയും ആദിവാസികളുടെയും അതുപോലുള്ള ദുർബല വിഭാഗങ്ങളുടെയും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ സംബന്ധിച്ച് ആധികാരികമായി നടത്തിയ പഠനങ്ങൾ കേരള ജനതയുടെ മുമ്പാകെ ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ ഏറ്റവും പുതിയ പഠനങ്ങൾ ദാരിദ്ര്യത്തെ സംബന്ധിച്ച്, വികസനപരമായ അസന്തുലിതാവസ്ഥയെ സംബന്ധിച്ച് ആധികാരികമായ പരിഷത്തിന്റെ രേഖ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തിറങ്ങിയത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പഠനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പഠനങ്ങളിലൊന്നും കേരളത്തിലെ ദാരിദ്ര്യം അസ്തമിച്ചു എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അതിസങ്കീർണമായ ദാരിദ്ര്യവും സാമ്പത്തികമായ ഇല്ലായ്മയും വിഭവപരമായ ദാരിദ്ര്യവും അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇവിടുത്തെ ആദിവാസികൾക്കിടയിലുണ്ട്, ദലിതർക്കിടയിലുണ്ട്, മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾക്കിടയിലുണ്ട്, മറ്റ് മാർജിനലൈസ് ആയിട്ടുള്ള വിവിധ വിഭാഗങ്ങളിലുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഈ പഠനങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത്, കണക്കുകളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന്, ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം തെരഞ്ഞെടുത്ത് ഇങ്ങനെ പ്രഖ്യാപനം നടത്താൻ കഴിയുക? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടത്തേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതി സെൻസസ് ആയിരുന്നു. കേരളം ജാതി സെൻസസ് നടത്തിയിരുന്നു എങ്കിൽ ബീഹാറിലെ പോലെ, തെലങ്കാനയിലെ പോലെ, മറ്റു പല സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ ജാതി സെൻസസ് കേരളം ആത്മാർത്ഥമായി നടപ്പിലാക്കിയിരുന്നു എങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന് ഇങ്ങനൊരു പ്രഖ്യാപനം നാളെ നടത്താൻ കഴിയുമായിരുന്നോ? ജാതി സെൻസസ് നടത്തിയിരുന്നുവെങ്കിൽ കേരളത്തിലെ ഓരോ വിഭാഗങ്ങളുടെയും, കേരളത്തിലെ സവർണർ എങ്ങനെ ജീവിക്കുന്നു, കേരളത്തിലെ ദലിതർ എങ്ങനെ ജീവിക്കുന്നു, ആദിവാസികൾ എങ്ങനെ ജീവിക്കുന്നു, ഇതര മതവിഭാഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഈ ഓരോ സമൂഹങ്ങളുടെയും
കൈവശമുള്ള വിഭവങ്ങളുടെ കണക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കുകൾ, എത്രത്തോളമാണ് കേരളത്തിലെ ഈ ഓരോ സമൂഹവും വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോയത്, സാക്ഷരതയിൽ എത്രത്തോളമാണ് ഈ വ്യത്യസ്തമായ സമൂഹങ്ങൾ യഥാർത്ഥത്തിൽ സാക്ഷരതയിൽ മുന്നോട്ട് പോയത്, കേരളത്തിലെ സ്ഥാപനങ്ങൾ അതിന്റെ ഉടമസ്ഥതയുടെ കാര്യത്തിൽ കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾ എവിടെ നിൽക്കുന്നു, ഭൂമിയുടെ കാര്യം, ഭൂ ഉടമസ്ഥതയുടെ കാര്യത്തിൽ എന്താണ് കേരളത്തിലെ വ്യത്യസ്തമായ സമൂഹങ്ങളുടെ സ്റ്റാറ്റസ്, ഇതെല്ലാം സംബന്ധിച്ച വളരെ വിശദമായ ശാസ്ത്രീയമായ പഠനമാണ് ജാതി സെൻസസിലൂടെ നടക്കേണ്ടിയിരുന്നത്. അത്ര ഒരു പഠനം നടത്താതിരിക്കുകയും ജാതി സെൻസസ് എന്ന മുദ്രാവാക്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും ജാതി സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പിന്തിരിപ്പൻ സംഘടിത ജാതി സമുദായങ്ങളുടെ കൽപ്പനകൾക്ക് കീഴടങ്ങുകയും ചെയ്ത ഒരു ഗവൺമെന്റ് ജാതി സെൻസസ് നടത്താതെ ഇതൊരു പ്രഖ്യാപനം വിളിച്ചു പറയുമ്പോൾ ഇത് അങ്ങേയറ്റം വലിയ വഞ്ചനയാണ്. നാളത്തെ പ്രഖ്യാപനം ജാതി സെൻസസ് നടത്താതെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം കേരള മുഖ്യമന്ത്രി നടത്തുന്നത്, പ്രത്യേകിച്ചും കേരളത്തിലെ പ്രശസ്തരായ സിനിമാ നടന്മാരെ കൊണ്ടുവന്നുകൊണ്ട് സിനിമാ നടന്മാർ അഭിനയിക്കട്ടെ, കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ച്, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വസ്തുതകളുടെ വെളിച്ചത്തിലല്ലാതെ ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു ചടങ്ങായി മാറുമ്പോൾ അത് അവരുടെ പണിയല്ല. അതുകൊണ്ട് ഇതൊരു വലിയ ആഘോഷമാക്കിയിട്ട് ഒരു വലിയ പ്രൊപ്പഗൻഡയാണ്, ഒരു പച്ച നുണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. സത്യാനന്തര കാലം എന്ന് നമ്മൾ പറയാറുണ്ട്. പച്ച കള്ളങ്ങളെ യാഥാർത്ഥ്യങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു കാലം, പച്ച പരമാർത്ഥങ്ങളെ കള്ളമാണ് എന്ന് വിളിച്ചു പറയുന്ന പെരുന്നുണകളുടെ കാലം. ഈ ഒരു കാലത്താണ് ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു വഞ്ചന എന്നോണം ഇതൊരു പ്രഖ്യാപനം നടത്തുന്നത്. ഇനി കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗമായ ഇപ്പോൾ മീഡിയകളിൽ ഈ വിഷയം പല നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ കേരളത്തിലെ ഒഫീഷ്യലായി മീഡിയകൾ പങ്കുവെച്ചു കഴിഞ്ഞു. എന്താണ് കേരളത്തിലെ ഈ ദാരിദ്ര്യത്തെ സംബന്ധിച്ച സ്റ്റാറ്റസ് എന്നതിനെ സംബന്ധിച്ച് കേരള നിയമസഭയിൽ ഒരു മാസം മുമ്പ് അവതരിപ്പിച്ച കണക്ക് ഇന്ന് എല്ലാ ചാനലുകളിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടകം പറഞ്ഞു കാണും, പക്ഷെ ഞാൻ ആവർത്തിക്കുന്നു. നിയമസഭാ രേഖയിൽ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 30 ഷൊർണൂർ MLA പി മമ്മിക്കുട്ടിക്ക് മന്ത്രി GR അനിൽ നൽകിയ മറുപടിയാണ്. ആധികാരികമായ കേരള ഗവൺമെന്റിന്റെ മറുപടിയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം വ്യക്തമാക്കിയത് കേരള സംസ്ഥാനത്ത് 5,91,194 അതിദരിദ്രരുണ്ട് എന്നാണ്. ഒരു മാസം മുമ്പാണ്. ഒറ്റ മാസം കൊണ്ട് ഒരു അതിദരിദ്രര് പോലും ഇല്ല എന്ന് നാളെ പ്രഖ്യാപിക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈ ദരിദ്രരെ മറയ്ക്കാൻ കഴിയുന്ന വലിയ മായാജാലം പിണറായി വിജയനുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ നമുക്ക് സുഡാനിലേക്കും ഒക്കെ ഒന്ന് കൊണ്ടുപോകേണ്ടി വരും. നൈജീരിയയിലേക്കും സുഡാനിലേക്കും ഒക്കെ ഒന്ന് കൊണ്ടുപോയാൽ ഇങ്ങനെ ഒരു മാജിക്ക് കാണിച്ചാൽ പോരെ? വളരെ പെട്ടെന്ന് ദരിദ്രരെ അപ്രത്യക്ഷമാക്കുക, വളരെ പെട്ടെന്ന് ദരിദ്രരെ ഇങ്ങനെ സമ്പന്നരാക്കുക. മാർക്സിസം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു മായാജാലമാണോ? മാർക്സിസം ഒരു മാജിക്കാണോ? എന്തായാലും വളരെ വിസ്മയകരമായ, കൗതുകകരമായ ഒരു പ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ GR അനിൽ എന്ത് ചെയ്യും? ഇയാൾ കള്ളം പറഞ്ഞു എന്നല്ലേ വരേണ്ടത്? ക്യാബിനറ്റിലെ ഒരു മന്ത്രി ആധികാരികമായി പറഞ്ഞ കണക്കുകൾ നാളെ ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടൊരു പ്രഖ്യാപനം നടക്കുമ്പോൾ ഈ മന്ത്രിസഭയ്ക്ക്, ഈ ക്യാബിനറ്റിന് എന്ത് വിശ്വസ്തതയാണുള്ളത്? രാഷ്ട്രീയത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ചില പൊളിറ്റിക്കൽ മൊറാലിറ്റി, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു പച്ചക്കള്ളമാണ്. ഇന്ന് കേരളത്തിലെ ഒട്ടനവധി സാമ്പത്തിക വിദഗ്ധന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, അക്കാദമിഷ്യന്മാർ സംയുക്തമായി ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കേരള സർക്കാരിനോട്. നിങ്ങൾ ഈ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്, ഇങ്ങനൊരു പ്രഖ്യാപനം ഒരു കൊലച്ചതിയാണ്,
കാരണം നമുക്കറിയാം കേരളത്തിലെ വിശദാംശങ്ങളിലേക്ക് പോകണ്ടല്ലോ. നിങ്ങൾക്കറിയാം കേരളത്തിലെ ആദിവാസികൾ എങ്ങനെ ജീവിക്കുന്നു. പണിയർ, അടിയർ, കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ, ഇരുമ്പർ, ഇങ്ങനെ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ എങ്ങനെയാണ് വയനാട്ടിൽ ജീവിക്കുന്നത്, എങ്ങനെയാണ് അട്ടപ്പാടിയിൽ ജീവിക്കുന്നത്. മാൽന്യൂട്രീഷൻ പ്രശ്നം, ആയിരക്കണക്കിന് ആദിവാസി കുഞ്ഞുങ്ങൾ അനീമിയ ബാധിച്ച് അവര് മരണത്തോട് മല്ലടിക്കുന്നവരാണ്. സിക്കിൾസൺ അനീമിയ പോലെയുള്ള രോഗങ്ങൾ, കൈവിരലുകൾ ഒടിഞ്ഞു പോവുകയാണ്. അടിസ്ഥാന പ്രശ്നം ഈ പോഷകാഹാര കുറവാണ്. പോഷകാഹാര ലഭ്യതയില്ലാതെ ഗർഭിണികളായ ആദിവാസി അമ്മമാർ എത്ര പേരാണ് അട്ടപ്പാടിയിൽ മരിച്ചു വീഴുന്നത്. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുന്ന ആദിവാസികൾ, ഭവനങ്ങളില്ലാത്ത ആദിവാസികൾ, ഭൂമിയില്ലാത്ത ആദിവാസികൾ, വലിയ നിരക്കുള്ള ചൂഷണത്തിനും കൊടും ക്രൂരതകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആദിവാസികളുടെ ജീവിതമാണ് അട്ടപ്പാടിക്ക് പറയാനുള്ളത്, അഗളിക്ക് പറയാനുള്ളത്, വയനാടിന് പറയാനുള്ളത്. എത്രയോ വസ്തുതകൾ, പഠനങ്ങൾ ആദിവാസി സംഘടനകൾ തന്നെ നടത്തിയിട്ടുള്ള അവരുടെ പഠനങ്ങളും കണക്കുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? കേരളത്തിലെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു ജനതയുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥതയാണ്. ഭൂമിയുടെ മേൽ ഉടമസ്ഥത ലഭിക്കുമ്പോഴാണ് ഒരു ജനതയ്ക്ക് അസ്തിത്വം ഉണ്ടാകുന്നത്, അവൻ വികസനത്തിലേക്ക് പ്രവേശിക്കുന്നത്, അവന്റെ ജീവിതത്തിന് പല നിലയ്ക്കുമുള്ള സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനപരമായ സ്വത്ത് ഭൂമിയുടെ ഉടമസ്ഥതയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും ചെങ്ങറ സമരം പരിഹരിക്കപ്പെടാതെ തുടരുന്നു? അരിപ്പയിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ദളിതരും ആദിവാസികളുമായ പാവങ്ങൾ പ്രക്ഷോഭ രംഗത്ത് നിൽക്കുന്നത്? മുത്തങ്ങ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു സിനിമാ പ്രമേയം മാത്രമല്ല, ഒരു ജീവിത സമരമാണ്. ഭൂമിയുടെ കാര്യമെടുത്താൽ കേരളത്തിലെ ആകെ ഭൂമിയുടെ കണക്കെടുക്കൂ. ആ ഭൂമിയിൽ 97.5% ദളിതരും ആദിവാസികളുമല്ലാത്ത മറ്റ് ഇതര സമുദായങ്ങൾ അവർ പങ്കിട്ടെടുക്കുന്നു. 97%, 97% അദളിത നോൺ ആദിവാസികളുടെ കൈവശമാണ്. ബാക്കി 3%, 2.5% താഴെയാണ് ആകെയുള്ള കേരളത്തിലെ ഭൂമിയുടെ ലഭ്യതയിൽ ആദിവാസികൾക്കും ദളിതർക്കുമുള്ള സ്ഥാനം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഞാൻ മുമ്പേ പരാമർശിച്ച പഠനം അത് പറയുന്നത് എന്താ? കേരളത്തിലെ ശരാശരി മലയാളി കുടുംബത്തിന്റെ, കേരളത്തിലെ ഒരു മലയാളി കുടുംബത്തിന്റെ ശരാശരി ഭൂ ഉടമസ്ഥത എന്ന് പറയുന്നത് മിനിമം ശരാശരി 50 സെന്റാണ്. ദളിതന്റെ കാര്യത്തിലോ ആദിവാസിയുടെ കാര്യത്തിലോ 3 സെന്റ് പോലുമില്ല, 1.5ക്കും 3നും ഇടയിലാണ്. ഇങ്ങനെയുള്ളൊരു സംസ്ഥാനം, ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് അതീവ ദരിദ്രരില്ല, അതൊക്കെ പരിഹരിച്ചിരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഞാനീ പറയുന്നത് കേരളത്തിന്റെ ആധികാരികമായ കണക്കുകളാണ്. പരിഷത്തിനെ ഞാൻ പറയാമല്ലോ. മറ്റൊന്ന് നാഷണൽ സാമ്പിൾ സർവേ ഉണ്ട്. NSSന്റെ ഭാഗമായി അതിന്റെ 75 റൗണ്ടിൽ ഇന്ത്യ ഒട്ടാകെയുള്ള സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച കണക്കുകൾ, ഡേറ്റകൾ, അതിൽ പറയുന്ന കാര്യവും വളരെ വ്യക്തമായി പറയുന്നത് ഭൂ ഉടമസ്ഥതയിൽ ദളിതരും ആദിവാസികളും അനുഭവിക്കുന്ന ഈ രാഹിത്യമാണ്, ദാരിദ്ര്യമാണ്. ഭൂമിയുടെ കാര്യം ഇതാണെങ്കിൽ മറ്റോരോ മേഖലകൾ എടുത്ത് നോക്കുക. വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്താണ് അവസ്ഥ? ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് പഠിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഡ്രോപ്പ് ഔട്ട്സുകൾ ആർക്കാണ്? ആദിവാസി കുട്ടികൾ പഠിത്തം നിർത്തുന്നു, അവരുടെ പഠിപ്പ് മുടങ്ങുന്നു, അവർ ഡ്രോപ്പ് ഔട്ട്സ് വരുന്നു. ഒരു സമൂഹം വികസിച്ചു എന്ന് നിർണ്ണയിക്കണമെങ്കിൽ, ഒരു സമൂഹത്തിന് പുരോഗതിയുണ്ട് എന്ന് പറയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ആ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനമാണ്. സാക്ഷരത മുതൽ അതിനുശേഷമുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പ്രവേശനമാണ്. ആ എൻട്രി ലെവലിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നവരാണ് ഇന്നും ആദിവാസികളിൽ വലിയൊരു വിഭാഗം ആദിവാസി കുട്ടികളിൽ. ആദിവാസി മേഖലകളിൽ സ്കൂളുകളില്ല.
അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നടപ്പിലുണ്ടായിരുന്ന അധ്യാപക വിദ്യാലയങ്ങൾ പലതും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് അവർ പഠിക്കുക? അവരുടെ തനതായ ഭാഷയിൽ പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. മലയാളം പല ആദിവാസി ഗോത്രങ്ങൾക്കും കുട്ടികൾക്കും ഒരു അന്യഭാഷയാണ്. അവരുടെ സംസ്കാരത്തിന് ഇടങ്ങിയ രീതിയിലേക്ക് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ശാസ്ത്രീയമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കിപ്പോഴുമില്ല. ഇന്ന് ഒത്തിരി സങ്കീർണതകൾ. ഏറ്റവും ഒടുവിലിപ്പോൾ എന്താ, നമ്മുടെ ഈ നഗരങ്ങളിലെ ഹോസ്റ്റലുകളിൽ നിന്ന് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന, എയ്ഡഡ് കോളേജുകളിൽ പഠിക്കുന്ന, ഈവൻ സർക്കാർ കോളേജുകളിൽ പഠിക്കുന്ന, എംഫിലിന് പഠിക്കുന്ന, PhDക്ക് റിസർച്ച് ചെയ്യാൻ പഠിക്കുന്ന, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികൾ പഠനം നടത്തി അപമാനിക്കപ്പെട്ട് അവന്റെ ഊരുകളിലേക്ക്, അവന്റെ കോളനികളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഗ്രാന്റിന്റെ പ്രശ്നം. 158 കോടി രൂപയാണ് ഈ ഗ്രാന്റ് കേരളത്തിൽ ഈ ദളിത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള, ആദിവാസി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഈ വിദ്യാഭ്യാസ സഹായം ലാപ്സാക്കി കളഞ്ഞത്, തൊലച്ചു കളഞ്ഞത്. അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. കേരള ബജറ്റിൽ നിന്ന് 500 കോടിയോളം രൂപ ഈ പട്ടികജാതിക്കാരന്റെ, പട്ടികവർഗക്കാരന്റെ പുരോഗതിക്കും വികസനത്തിനും വിനിയോഗിക്കാനുള്ള പൈസ വെട്ടിക്കുറച്ചത് ഈ ഒടുവിലത്തെ ബജറ്റിലാണ്. തുടർച്ചയായി സംഭവിക്കുന്നത് ഇതാണ്. പട്ടികജാതിക്കാരന് അവന് കൊടുക്കാൻ ബജറ്റിൽ പണമില്ല, ആദിവാസിക്ക് കൊടുക്കാൻ ബജറ്റിൽ പണമില്ല. അഥവാ അനുവദിച്ചാൽ ആ പൈസ പദ്ധതികളായി നടപ്പിലാവുകയില്ല. പട്ടികജാതിപ്പെട്ടവർക്ക് വികസനം ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കേവലം രാഷ്ട്രീയക്കാരാണ്. അവന്റെ ഫണ്ട് പഞ്ചായത്ത് തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അടിസ്ഥാനപരമായ വികസനത്തെക്കുറിച്ച്, വികസന നയങ്ങളെക്കുറിച്ച് യാതൊരു വിധമായ പരിപ്രേക്ഷ്യവുമില്ലാത്ത, കാഴ്ചപ്പാടുകളുമില്ലാത്ത പ്രാദേശികമായ രാഷ്ട്രീയക്കാരന്റെ കയ്യിൽ ദളിതരുടെ വികസനം, ആദിവാസികളുടെ വികസനം അകപ്പെട്ടു പോവുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ പോലും ദളിതരുടെയും ആദിവാസികളുടെയും വികസനത്തിന്റെ ഫണ്ട് കഴിഞ്ഞ 2 ദശകക്കാലമായി ഇവിടെ ഇങ്ങനെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പട്ടികജാതിക്കാരൻ്റെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എടുക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ ശതമാനം വളരെ പുറകിലാണ്. ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ആശാവഹമായ പങ്കാളിത്തമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ അയ്യപ്പ സംഗമത്തിന് കോടികൾ സമാഹരിക്കാൻ കഴിയും. എന്തിന്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുരോഗമന സർക്കാർ, പുരോഗമനം ഉണ്ടോ എന്നൊക്കെ പോട്ടെ, ഒരു ഗവൺമെന്റിന് ഇന്നത്തെ ജോലിയാണോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് വേണ്ടി സംഗമം ഉണ്ടാക്കുക, ഭക്തന്മാർക്ക് സംഘം ഉണ്ടാക്കുക എന്ന് പറയുന്നത്? അപ്പോ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ സമാഹരിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ്, ഒരു ഗവൺമെന്റ് ആണ് പറയുന്നത് പട്ടികജാതിക്കാർക്ക് കൊടുക്കാൻ, ആ കുട്ടികൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല എന്ന്. മാസാമാസം കിട്ടിയിരുന്ന ഈ മന്ത്ലി ആനുകൂല്യങ്ങളുണ്ട്, സ്കോളർഷിപ്പുകളുണ്ട്, ലംസം ഗ്രാന്റുകളുണ്ട്. ഇതൊക്കെ കിട്ടിയാണ് ഇന്നലകളിൽ ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തത്, അവർ കലാലയങ്ങളിലേക്ക് വന്നത്, അവർ പഠനം പൂർത്തിയാക്കിയത്. ഇന്ന് അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. വളരെയധികം വേദനിപ്പിക്കുന്ന കഥകളാണ്, അനുഭവങ്ങളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാന്റ് ഏതാണ്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. എന്താ ന്യായം? ന്യായം പറയുന്നത് കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്നൊരു പരാതി പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ എങ്ങനെയാണ് ഒരു സർക്കാരിന് കഴിയുക? കേന്ദ്രം തരണം, അത് ഭരണഘടനാപരമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പട്ടികജാതിപ്പെട്ടവർക്ക് വിഭാഗത്തിന്റെ വിദ്യാഭ്യാസത്തിന് അവരെ സഹായിക്കേണ്ടത്, അവനെ ശാക്തീകരിക്കേണ്ടത് ഭരണഘടനാപരമാണ്. ആർട്ടിക്കിൾ 15 അതനുസരിച്ച് വിദ്യാഭ്യാസത്തിന് അവന്റെ ഭരണഘടന അവകാശമാണ്. ആ അവകാശത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്തെ ബജറ്റിൽ അവന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വിഹിതം. അത് റൈറ്റ് ആണ്. ആ റൈറ്റ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ കേരളത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവർ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് എങ്ങനെയാണ് കൊടുക്കാതിരിക്കാൻ കഴിയുക? അത് ന്യായം എന്താ? അവർ 40 തരണം, ഇവിടുന്ന് 60 മുടക്കണം, അവർ തരട്ടെ എങ്കിൽ ഞങ്ങൾ മുടക്കാം. ഇതിലൊന്നും ഒരു ന്യായവുമില്ല. കേരളത്തിന് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ നോക്കൂ, തെലങ്കാന പോലുള്ള സംസ്ഥാനം, ആ തെലങ്കാനയിൽ അവിടെയുള്ള പട്ടികജാതിപ്പെട്ടവർക്ക് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വൈകിയപ്പോൾ, അത് കിട്ടാൻ താമസം വന്നപ്പോൾ തെലങ്കാന സർക്കാർ എടുത്തൊരു നടപടിയുണ്ട്. ഒരു നയാ പൈസ പോലും കേന്ദ്രത്തിന് വേണ്ട.
പട്ടികജാതിപ്പെട്ടവർക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരമാന്തവും വരുത്താതെ മുഴുവൻ ചെലവും ഞങ്ങൾ വഹിക്കുമെന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ് തെലങ്കാന ഗവൺമെന്റ്. ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ചെയ്യാം, ഇങ്ങനെ തമിഴ്നാടിന് ചെയ്യാം, കേരളത്തിന് ചെയ്യാൻ കഴിയില്ല പോലും. എന്ത് ന്യായമാണിത്? രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് ഒരേ കാര്യമാണ്. അയ്യങ്കാളിയുടെ BA കാർ ഇനി വേണ്ട, അംബേദ്കറുടെ കൊച്ചുമക്കൾ ഇനി വേണ്ട, ഇനി പഞ്ചമിമാര് വേണ്ട. പഠിച്ചതാണ് കുഴപ്പം. ഇപ്പൊ പാർട്ടിക്ക് വേണ്ടി ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാൻ ആളെ കിട്ടുന്നില്ല. വിദ്യാഭ്യാസം കിട്ടിയ പുതിയ തലമുറ അവനെ ഇപ്പോൾ പഴയതുപോലെ നോട്ടീസ് ഒട്ടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും കിട്ടുന്നില്ല. അവന്റെ നാവും തുമ്പിൽ ഇപ്പോൾ ജയ്ഭീം വിളികളുണ്ട്, അംബേദ്കറിസമുണ്ട്. ചെങ്കൊടികളെക്കാൾ പലപ്പോഴും അവർ ഉയർത്തിപ്പിടിക്കുന്ന നീലക്കൊടികളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ രോഗിബലമാരൊന്നും ഇനി വരണ്ട എന്നത് ഇവരുടെ രണ്ടു കൂട്ടരുടെയും തീരുമാനമാണ്, കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരേ നയത്തിൽ അവർ ആലിംഗനം ചെയ്യുമ്പോഴാണ് PM ശ്രീ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇത് വെറുതെ യാദൃച്ഛികമായ ഒരു ഫണ്ടിന്റെ പ്രശ്നമൊന്നുമല്ല. വളരെ കൃത്യമായി ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അടിസ്ഥാന വിഭാഗങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ, ദലിതുകളെ, ആദിവാസികളെ, ന്യൂനപക്ഷങ്ങളെ പറിച്ചെറിയുന്ന, അവനെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന, അവനെ പുറന്തള്ളുന്ന സംഘപരിവാറിന്റെ വരേണ്യ ഫാസിസ്റ്റ് ആ നടപടിയുടെ ഭാഗമാണ് കേരളവും ഇപ്പോൾ ചേർന്ന് നിന്നുകൊണ്ട് PM ശ്രീയിൽ MOUയിലൊക്കെ ഒപ്പുവെച്ചത്. CPI ഉടക്കിയപ്പോൾ, ഇടഞ്ഞപ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ തൽക്കാലം ഒരു വെടിനിർത്തൽ, അത് ഇസ്രായേൽ വെടിനിർത്തിയതുപോലെയുള്ളൂ. ഇത് താൽക്കാലികം മാത്രമാണ്. എപ്പോ വേണമെങ്കിൽ ലംഘിക്കാവുന്നതും എപ്പോ വേണമെങ്കിൽ മോഡിയെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഈ പണം ഇനി മേടിച്ചെടുക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്തു കഴിഞ്ഞത് ഒരുപാട് മുന്നേ പോയി. നമ്മുടെ കേരളം മുഴുവൻ സത്യത്തിൽ വഞ്ചിച്ചുകൊണ്ടാണ് ഈ PM ശ്രീ നടപ്പിലാക്കാൻ കേരളത്തിൽ സ്പെഷ്യൽ ഓഫീസർമാരെയൊക്കെ മാസങ്ങൾക്ക് മുമ്പേ, ഒരു വർഷം മുമ്പേ നിയമിച്ച് അതിനടിസ്ഥാനത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ MOU ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ വിദ്യാഭ്യാസം പോലുള്ള ഒരു കാര്യത്തിൽ കൺകറന്റ് ലിസ്റ്റിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് പൂർണ്ണമായ അധികാരമുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആലോചിച്ച് ക്യാബിനറ്റ് തീരുമാനിക്കേണ്ട ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പൈസ കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കേരള സർക്കാരിന് പോയി, അതിന് പ്രതിനിധിക്ക് പോയി, ഗവൺമെന്റ് സെക്രട്ടറിക്ക് പോയി ഒപ്പിടാൻ കഴിയുക? ഇതിന്റെയൊക്കെ കാപട്യങ്ങൾ നിങ്ങൾ അറിയണം. PM ശ്രീ എന്ന് പറയുന്നത് RSSന്റെ വിദ്യാഭ്യാസം, RSS ആഗ്രഹിക്കുന്ന, സംഘപരിവാർ ആഗ്രഹിക്കുന്ന വർഗീയ വിദ്യാഭ്യാസം, കാവിയിൽ പൊതിഞ്ഞ വിദ്യാഭ്യാസം, ചാതുർണ്യം പഠിപ്പിക്കാൻ, മനുസ്മൃതി പഠിപ്പിക്കാൻ, ബ്രാഹ്മണ മേൽക്കോയ്മ പഠിപ്പിക്കാൻ, അതിലൂടെ നൂറ്റാണ്ടുകളായി, ഏതാണ്ട് 3000 കൊല്ലക്കാലമായി ഈ രാജ്യത്തെ ദലിതരോടും ആദിവാസികളോടും പിന്നോക്ക വിഭാഗങ്ങളോടും ജാതിയുടെയും മരണത്തിന്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വംശഹത്യകളെ ന്യായീകരിക്കുന്ന ബ്രാഹ്മണി പ്രത്യയശാസ്ത്രം ശരിയാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കാനുള്ള വിദ്യയാണിത്. മറ്റൊന്ന്, ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള, ഈ രാജ്യം ഒരു സവർണ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഹിന്ദുരാഷ്ട്ര അജണ്ടയിലേക്കുള്ള ചുവടുവെപ്പാണ് ഈ പറയുന്ന PM ശ്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ കോടികൾ പണം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളുകളിൽ നാളെ നിങ്ങൾ വിചാരിക്കരുത് നമ്മുടെ ഈ അധ്യാപകർ മാത്രമായിരിക്കും ക്ലാസ് എടുക്കുക എന്ന്. ഇത് വരും. തൽക്കാലം CPIയെ മയക്കാൻ ഇങ്ങനെ മുട്ടായിപ്പതി കൊടുത്ത് ഇങ്ങനെ മയക്കുന്നത് പോലെ ഒരു വെടിനിർത്തം, അതൊന്നുമല്ല. ഇത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വരില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളത്തിലെ B.Ed ഒക്കെ എടുത്ത് യോഗ്യത നേടി ഈ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കിടയിൽ നാളെ കുറുവടിയും തൊപ്പിയും ഒക്കെ വെച്ച് പുതിയ അധ്യാപകർ വരും. RSSന്റെ ശാഖകളിൽ നിന്ന് സ്കൂളുകളിലേക്ക്. അവരുടെ ഫണ്ടാണ്. ഞങ്ങൾ ഫണ്ട് തരുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നത് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കവാത്ത് നടത്തുന്ന RSSകാരനെ നാളെ സ്കൂളുകളിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരവതാനിയാണ്, ചുവന്ന പരവതാനിയാണ് പിണറായി ഡൽഹിയിലേക്ക് നീട്ടിവിരിച്ചത്. അതിലൂടെയാണ് ഈ സഞ്ചാരം. ഇനി മറുഭാഗത്തോ വേറൊരു കാര്യവുമുണ്ട്. PM ശ്രീ ചെന്ന് മുട്ടുന്നത് NEP-യിലാണ്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. എന്താ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ? നീയൊന്നും പഠിക്കണ്ട എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളൊന്നും ഇനി പഠിക്കണ്ട. അഥവാ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത് പഠിച്ചാൽ മതി, ഞങ്ങൾ പറയുന്നത് പോലെ പഠിച്ചാൽ മതി. ശ്രേഷ്ഠ വിദ്യാഭ്യാസം NEP-യുടെ പുതിയ കൺസെപ്റ്റാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി
നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കകത്തുള്ള ഒരു കാര്യം എന്ന് പറയും ശ്രേഷ്ഠ വിദ്യാഭ്യാസമാണ്, സംസ്കൃതമാണ് ഉദാത്ത ഭാഷ. ഇത് അറബി വെട്ടിക്കഴിഞ്ഞു. NCERTയുടെ സിലബസുകളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഇനി അറബി പഠിക്കണ്ട, മറ്റു ഭാഷകളൊന്നും പഠിക്കണ്ട, സംസ്കൃതവും പിന്നെ ഹിന്ദിയും വേറൊരു ലാംഗ്വേജും ഇനി ഒരു പക്ഷേ നാളെ വിദ്യാർത്ഥികൾ പഠിക്കണ്ട എന്ന കാര്യങ്ങളിൽ അവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ഉറുദു പഠിക്കണ്ട. എന്താ കാര്യം? അറബിയും ഉറുദുവും പഠിച്ചാൽ വേറൊരു സംസ്കാരം, വ്യത്യസ്തമായ മാനവികത, വ്യത്യസ്തമായ മത സംസ്കാരം, അതൊന്നും ഇനി വേണ്ട. മതേതരത്വം എന്ന വാക്ക് തന്നെ വെട്ടിക്കളഞ്ഞത്, അതിന് വെട്ടിക്കളയാൻ ഉദ്ദേശിച്ചത് ഇതിനു വേണ്ടിയാണ്. ആ മതേതരത്വം എന്ന ഒരു വാക്കിന്റെ ആനുകൂല്യം കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് നിന്നു പോകാൻ സാധ്യതയുള്ള ന്യൂനപക്ഷങ്ങൾ അവരുടെ രാഷ്ട്രീയമായ അസ്തിത്വം, ആ ഐഡന്റിറ്റിയെയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ് ഈ എറൈസ് ചെയ്യാൻ തീരുമാനിച്ച സെക്കുലർ എന്നുള്ള വാക്ക്. ഇപ്പൊ അത് തന്നെയാണ് NEP-യിലൂടെ വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നൈപുണ്യമൊന്നുമല്ല. അവർ പറയുന്ന 5+4+3 എന്നൊക്കെ പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വലിയ കൊലച്ചതിയാണ്. ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പിന്നീട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കാണാക്കനി, കിട്ടാക്കനിയായി മാറും. ഒരു തർക്കവുമില്ല. അതുകൊണ്ട് NEP-യുടെ ഭാഗമായ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഈ ബ്രാഹ്മണ മനുസ്മൃതി വൽക്കരിക്കുന്ന അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് ചേർന്ന് നിൽക്കുന്നവർക്ക് അവർക്ക് പൈസ കൊടുക്കുക, അവർക്ക് മാത്രമേ പണമുള്ളൂ എന്ന് പറയുക. NEP അംഗീകരിച്ചില്ലെങ്കിൽ പൈസ ഇല്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഇത് ജനാധിപത്യ ഇന്ത്യയാണ്, ഇത് മതേതരത്വ ഇന്ത്യയാണ്. ഈ മതേതര ജനാധിപത്യ ഇന്ത്യയിൽ മഹാനായ ബാബാ സാഹേബ് BR അംബേദ്കർ എഴുതിയ ഭരണഘടനയാണ് നിലവിലിരിക്കുന്നതെങ്കിൽ ആ ഭരണഘടന വെച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായി ചരിത്രത്തെ കുഴിച്ചു മൂടിക്കൊണ്ടും വസ്തുതകളെ മറച്ചു പിടിച്ചുകൊണ്ടും ഒരു വരേണ്യ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതിനെ ചെറുക്കാൻ കഴിയുമെന്ന് തമിഴ്നാട് കാണിച്ചില്ലേ? NEP ഒന്നും അവിടെ ചെലവാകില്ല. ഇപ്പോൾ കർണാടക പറയുന്നു ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്ന്. പല സംസ്ഥാനങ്ങളിൽ ചങ്കൂറ്റത്തോടെ ചേർക്കുമ്പോൾ കേരളം 4 വർഷ ഡിഗ്രി വളരെ വേഗം നടപ്പിലാക്കിയ സ്റ്റേറ്റാ. 4 വർഷം എന്ന് പറയുന്നത് ഈ NEP-യുടെ ഭാഗമായിരുന്നു. അന്തർദേശീയ മാനങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വളരെ പെട്ടെന്ന് അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. എന്നിട്ടോ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളൊക്കെ കണ്ടൊരു നാടകമുണ്ട്. ഇവിടെ ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക്, സ്റ്റേറ്റ് കരിക്കുലം ഫ്രെയിംവർക്ക്, അതിന്റെ ഭാഗമായി NEP വരുന്നതിന് മുന്നോടിയായി കേരളത്തിന്റെ സമീപനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കുറെ രേഖകൾ വിദഗ്ധന്മാർ തയ്യാറാക്കി സ്കൂളുകളിലേക്ക് ചർച്ചയ്ക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു ഇതൊന്നും നമ്മൾ അംഗീകരിക്കില്ല, അവർ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ നമ്മൾ പഠിപ്പിക്കും, നമ്മൾ സിലബസിൽ മാറ്റം ഉണ്ടാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിൽ NEP-ക്കെതിരെ വിമർശനം നടത്തിയ ഒരു മുഖ്യമന്ത്രിയും അതിനെതിരെ വലിയ നിലയ്ക്കുള്ള എഴുത്തുകളും വലിയ വ്യവഹാരങ്ങളും ഒക്കെ നടത്തിയ ഇടതുപക്ഷ ബുദ്ധിജീവികളും PM ശ്രീ വന്നപ്പോൾ എവിടെയായിരുന്നു? അപ്പോ തത്വത്തിൽ NEP-യുടെ നയമാണ് ഈ വിഭാഗങ്ങൾ പഠിക്കണ്ട എന്ന് പറയുന്നത്. ഒരു കാര്യം ഇവിടെ പറയാം, ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകാം. ഈ സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് കേരളം? കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്. 11,500 കോടി രൂപ പ്രതിവർഷം എയ്ഡഡ് സ്കൂളുകളിൽ ഈ രാജ്യത്തെ സവർണർ NSS നടത്തുന്ന വരേണ്യ സമുദായങ്ങൾ നടത്തുന്ന ഈ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളത്തിന് വേണ്ടി മാത്രം കേരള ഖജനാവിൽ നിന്ന് 11,500 കോടി രൂപ, 6,000 കോടിയിലധികം രൂപ എന്തിന് അവർക്ക് പെൻഷൻ ഇനത്തിൽ കൊടുക്കുന്നു. അതേപോലെ മറ്റൊരു 10,000 കോടിയോളം രൂപ ഇവിടെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി കൊടുക്കുന്നു. 30,000 കോടിയോളം രൂപ എയ്ഡഡ് സെക്ടറിന്റെ മറവിൽ കേരളത്തിലെ സംഘടിത സവർണ സമുദായങ്ങൾക്ക് ഖജനാവിൽ നിന്ന് കൊടുക്കുമ്പോൾ ആ ഖജനാവിൽ ദളിതർക്ക് അവകാശമില്ലേ? അത് കേരളത്തിന്റെ പൊതു ഖജനാവല്ലേ? അതിൽ ദളിതർക്ക്, ആദിവാസികൾക്ക് അവകാശമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് എയ്ഡഡ് സെക്ടർ നിയമനങ്ങൾ PSC-ക്ക് വിടുന്നില്ല? അവിടെ വരുമ്പോൾ ഇപ്പോഴും ഈ കോടികൾ അവർക്ക് കൊടുക്കാനുണ്ട്. സവർണ വെള്ളാനകൾക്ക് ജോലി കിട്ടാൻ ലക്ഷങ്ങൾ കോഴ കൊടുക്കുന്നവരാണവർ. ലക്ഷങ്ങൾ കോഴ മേടിച്ചാണ്. 1 കോടിയൊക്കെയാണ് ഇപ്പോൾ മേടിക്കുന്നത് ഒരു നിയമനത്തിന്. അങ്ങനെ മേടിക്കാൻ NSS-ന് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അവരുടെ ജാതിക്കാർക്ക് പണം കൊടുത്ത് ജോലി കിട്ടാൻ അവസരം ഉണ്ടാക്കുന്നു. ശമ്പളം, പെൻഷനും സർക്കാർ കൊടുക്കുന്നു. കേരളത്തിലെ മൊത്തം ബജറ്റിൽ നിന്ന് നല്ലൊരു ശതമാനം ഈ പെൻഷനും ശമ്പളത്തിനും മാറുന്നു. പട്ടികജാതിക്കാർ എവിടെയുമില്ല, ആദിവാസികൾ എങ്ങുമില്ല. അതിന് പണമുള്ളവരാണോ പറയുന്നത് പാവപ്പെട്ട ഈ ദളിത് കുട്ടികൾ പഠിക്കാൻ, അവരെ പഠിപ്പിക്കാൻ പൈസ ഇല്ല എന്ന്? ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ നോക്കണം, കേരളത്തിലെ
ഈ എക്കണോമിക് സ്റ്റാറ്റസിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യം എടുത്താൽ, മറ്റോരോ വിഭാഗങ്ങളുടെ കാര്യം എടുത്താൽ, ആദിവാസികളുടെ മൊത്തം എടുത്തു നോക്കൂ. കേരളത്തിലെ ദരിദ്രരെ സംബന്ധിച്ച് കണക്കുകളുണ്ട്. ആ ദരിദ്രരിൽ കേരളത്തിൽ ഇതുവരെ വന്ന കണക്കുകൾ അനുസരിച്ച് 40.6% ദരിദ്രര് ആദിവാസികൾക്കിടയിൽ നിന്നാണ്. ദളിതരിൽ 16% ദരിദ്രരുണ്ട്. ഇതാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച കണക്കുകൾ. അൺഎംപ്ലോയ്മെന്റിനെ സംബന്ധിച്ച കണക്കുകൾ നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കനുസരിച്ച് തൊഴിൽ രഹിതരുടെ കണക്കിൽ 22.6% പട്ടികജാതി പട്ടികവർഗക്കാരാണ്, തൊഴിലില്ലാത്തവർ. അതേപോലെ നമുക്കറിയാം ഡ്രോപ്പ് ഔട്ട്സിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു, ഏതാണ്ട് 23.4% ഡ്രോപ്പ് ഔട്ട്സ് പട്ടികജാതിപ്പെട്ടവർ വിദ്യാർത്ഥികൾ ഇന്ന് ക്യാമ്പസുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിലേക്ക് അങ്ങേയറ്റം അതിപിന്നോക്കാവസ്ഥയിലേക്കാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സെൻസസ് ഇപ്പോഴും കേരളത്തിൽ ഒരു പ്രശ്നമല്ലാത്തത്, ഒരു അജണ്ടയല്ലാത്തത്. അതുകൊണ്ട് ഇവിടെ ജാതി സെൻസസ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. സെൻസസിന്റെ ലക്ഷ്യം ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ ജനാധിപത്യം വിഭാവന ചെയ്യുന്നത് ഒരു ക്ഷേമരാഷ്ട്രമാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക, സാമൂഹ്യ, ജനാധിപത്യ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമരാഷ്ട്രമാണ് നമ്മൾ വിഭാവന ചെയ്തത്. ആ ക്ഷേമരാഷ്ട്രത്തിൽ വിഭവങ്ങളിലും അതേപോലെ സാമ്പത്തിക മേഖലകളിൽ, വിഭവങ്ങളിൽ, മറ്റെല്ലാ മണ്ഡലങ്ങളിലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യവും പങ്കാളിത്തവും ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെയും അവകാശമാണ്. മാത്രമല്ല ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തുല്യതയാണ്. സാമ്പത്തികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായ തുല്യതയാണ്. നമ്മുടെ ഭരണഘടന പ്രിയാമ്പിൾ പോലും പറയുന്നത് ഈ നീതിയെക്കുറിച്ചാണ്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി, ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിൽ തുല്യത, അത് ഭരണഘടനയുടെ പ്രിയാമ്പിളാണ്, ഭരണഘടനയുടെ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ തുല്യതയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം ചെയ്യേണ്ട അവരുടെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ കർത്തവ്യം. അങ്ങനെ തുല്യതയിലേക്ക് വരുമ്പോൾ ആ തുല്യത എന്ന തത്വത്തിന്, സമത്വം എന്ന സങ്കല്പത്തിന് ഏറ്റവും എതിര് നിൽക്കുന്ന യാഥാർത്ഥ്യം ഇന്ത്യയിൽ ജാതിയുടെ പേരിലുള്ള അസമത്വമാണ്. ഇന്ത്യൻ അസമത്വം എന്ന് പറയുന്നത് ജാതി സൃഷ്ടിച്ച അസമത്വമാണ്. ജാതി വ്യവസ്ഥയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഇല്ലാത്തവരാക്കി മാറ്റിയത്, അടിമകളാക്കി മാറ്റിയത്, അയിത്തജാതിക്കാരാക്കി മാറ്റിയത്. വിഭവങ്ങളിൽ നിന്നും, ഭൂമിയിൽ നിന്നും, എല്ലാ അവകാശങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയെ മാറ്റി നിർത്തിയത് ജാതി വ്യവസ്ഥയാണെങ്കിൽ ആ ജാതി വ്യവസ്ഥയെ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യൻ സമൂഹത്തിന് ജനാധിപത്യത്തിലേക്ക് വികസിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, കാസ്റ്റ് ആൻഡ് ഡെമോക്രസി ആർ ഇൻകോമ്പാറ്റിബിൾ. ജാതിക്കും ജനാധിപത്യത്തിനും ഒത്തുപോവുക സാധ്യമല്ല. ജനാധിപത്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജാതി വ്യവസ്ഥ തകരണം. അതുകൊണ്ട് ജാതിയെ മറികടക്കണമെങ്കിൽ, ജാതിയെ പരിഹരിക്കണമെങ്കിൽ, ജാതീയമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരം, ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള അസമത്വത്തെ പരിഹരിക്കാൻ ജാതികളെ നിർണയിക്കുക എന്നതാണ്. ഒന്നാമതായി ജാതികളുടെ ജനസംഖ്യ, ആരൊക്കെ എത്രയൊക്കെ ഉണ്ട് എന്ന് കണക്കെടുപ്പ് ആവശ്യമാണ്. ആ കണക്കുകൾ എടുക്കുമ്പോഴാണ് ഈ ഓരോ ജാതിയുടെയും വികസനപരമായ അസന്തുലിതാവസ്ഥയെ നിർണ്ണയിക്കാൻ കഴിയുക. ആർക്കാണ് വിദ്യാഭ്യാസം വേണ്ടത്, ആർക്കാണ് വികസന പങ്കാളിത്തം വേണ്ടത്, ആർക്കൊക്കെ എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്, ഈ ഡിസ്ട്രിബ്യൂഷൻ, ഈ വിതരണം, ആ വിതരണത്തിന് എന്ത് വേണ്ടിവരും? നയങ്ങൾ വേണ്ടിവരും, പോളിസികൾ വേണ്ടിവരും. ആ വികസനത്തിന് വേണ്ടിയുള്ള പോളിസികൾ ആവിഷ്കരിക്കണമെങ്കിൽ ഇന്ത്യൻ സമൂഹം ഒരു ജാതി സമൂഹമായതുകൊണ്ട് ജാതി സെൻസസ് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊളോണിയൽ ഭരണാധികാരികൾ സെൻസസ് നടത്തിയാണ് ഇന്ത്യൻ ഡെമോക്രസിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയത്. കൊളോണിയൽ ഇന്ത്യയിൽ സെൻസസ് നടത്തി. അതിന്റെ വെളിച്ചത്തിലാണ് ഈ രാജ്യത്ത് സാമൂഹ്യ സാമ്പത്തിക പദ്ധതികൾ നമ്മുടെ രാജ്യം നടപ്പിലാക്കിയത്. 31 ശേഷം ബ്രിട്ടീഷുകാർ ഏതാണ്ട് പോകാൻ തീരുമാനിച്ച ഒരു കാലഘട്ടം, ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാത്രമാണ് കാസ്റ്റ് സെൻസസ് അവസാനമായി നടന്നത്. അതിനുശേഷം സെൻസസ് നിർണ്ണയിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം പുറകോട്ട് പോയത്? കാരണം ജനാധിപത്യത്തിൽ അധികാരത്തെ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ സാമുദായികമായ ശക്തിയാണ്, ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മ്യൂണിറ്റിയാണ് ഡെമോക്രസിയിൽ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത്. ഇത് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശാപം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ മെജോറിറ്റി വരണ്ടെടുത്ത് കമ്മ്യൂണൽ മെജോറിറ്റി എന്ന മിഥ്യ വരുന്നു എന്നതാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ ദർശനം മുന്നോട്ട് വെക്കുന്നു. ആ രാഷ്ട്രീയ ദർശനം ആ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ വികസനത്തെക്കുറിച്ച്, അവന്റെ ഭാവിയെക്കുറിച്ച് കൃത്യമായ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ വെക്കുന്നു. ആ നിലപാടിൽ നിന്നും വികസന സങ്കല്പങ്ങളും നയങ്ങളും വെക്കുന്നു. ആ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കാൻ ജനങ്ങൾ കൂടി നിൽക്കുന്നതാണ് പൊളിറ്റിക്കൽ മെജോറിറ്റി. ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മെജോറിറ്റി വന്നിട്ടില്ല. ഇവിടെ ഒരു കമ്മ്യൂണൽ മെജോറിറ്റിയാണ്. ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന മിഥ്യ, ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന തട്ടിപ്പ്. ഇവിടെയും അങ്ങനല്ലേ പറയുന്നത്? എന്താ, നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നാണ്. അങ്ങനെ പറയാൻ ചില വിഡ്ഢികളായ പിന്നോക്കക്കാരായ നേതാക്കന്മാരെയും ഇപ്പോൾ ഏറ്റവും കഴുതകളായ പട്ടികജാതി നേതാക്കന്മാരെയും കിട്ടും. എന്താണ്, വിദ്യാഭ്യാസത്തിലും ഭൂമിയിലും സമ്പത്തിലും ഒന്നും പോരാ ജനാധിപത്യം, ദേവസ്ഥാനങ്ങളിൽ ജനാധിപത്യം വേണം. എന്താണ് ഈ പറയുന്നത്? ദേവസ്ഥാനങ്ങളിൽ, എടോ, ദേവസ്ഥാനത്ത് ജനാധിപത്യം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കുന്നത് ചാതുർണ്യമാണ്, അത് തീരുമാനിക്കുന്ന മനുസ്മൃതിയാണ്. മനുസ്മൃതി തിരുത്തണമെന്ന് ആരാ ഇവിടെ നിന്ന് പറയുന്നത്? ദേവസ്ഥാനങ്ങളിൽ സംവരണം നടപ്പിലാക്കണം, ജനാധിപത്യം നടപ്പിലാക്കണം, ഇത് പറയാനാണോ മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടിയും ഓടിച്ച് ഈ തെരുവോരങ്ങളിൽ കലാപം നടത്തി പള്ളിക്കൂടങ്ങളിലേക്ക് ഈ ദളിതനെ പിടിച്ചു കയറ്റിയത് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനാ? ബാബാസാഹേബ് അംബേദ്കർ ചോദിച്ചതുപോലെ പൊളിറ്റിക്കൽ പവർ, പ്രാതിനിധ്യമായ ജനാധിപത്യം, രാഷ്ട്രീയ അവകാശം, പ്രത്യേക നിയോജക മണ്ഡലം, ഇങ്ങനെയൊക്കെയുള്ള ആധുനികമായ മുദ്രാവാക്യങ്ങൾ വെച്ച അംബേദ്കറെ, ബാബാസാഹേബ് അംബേദ്കറെ അല്ല നമ്മുടെ സമുദായ നേതാക്കന്മാർ ഇപ്പോൾ വായിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ അരമനകളിൽ നിന്ന്, ഇല്ലങ്ങളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന മന്ത്രോച്ചാരണങ്ങൾ ഏറ്റുപറയുകയാണ്. ദേവസ്ഥാനങ്ങൾ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദേവസ്ഥാനങ്ങളിൽ ജനാധിപത്യം പുലേനും പറയുന്നും ചോദിക്കുമ്പോ കഴകപ്പണിക്ക് ഈഴവനെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചതാണല്ലോ കുടൽമാണിക്യ ക്ഷേത്രത്തിലെ കാര്യം. കഴകം, അതിന് പോലും ഈഴവൻ കഴകത്തില്ല എന്ന് പറയുന്ന ഒരു കാലത്താണ് പിന്നെ പട്ടികജാതിക്കാരനെ പോലെ അവിടെ ദേവസ്ഥാനത്ത് കിട്ടിയാൽ മതി. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടങ്ങളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, ഹയർ എഡ്യൂക്കേഷനിൽ, വിഭവരംഗത്ത് അവിടെ മാന്യമായി ചോദിക്ക്. മുദ്രാവാക്യങ്ങൾ പോലും മാറിപ്പോവുക. NEP ഇപ്പോ നമ്മുടെ ജാതി നേതാക്കന്മാർക്കും ബാധകമായിരിക്കാം. വേറെ PMശ്രീയിലൊക്കെ ഒപ്പുവെച്ചോന്ന സംശയം. എന്താണെങ്കിലും ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മളെടുത്ത് നോക്കണം, എന്തുകൊണ്ട് ജാതിയെ സംബന്ധിച്ച വസ്തുതകൾ ശേഖരിക്കാൻ ഇന്ത്യ മടിച്ചത് 30കൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ പോകാൻ തീരുമാനിച്ചു. പകരം വരാൻ പോകുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഭരണഘടന നിർദ്ദേശിക്കപ്പെട്ടു. ക്യാബിനറ്റ് മിഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടായി. അതിന്റെ അമരസ്ഥാനത്തേക്ക് ബാബാസാഹേബ് വന്നതൊന്നും ഇപ്പോ നമ്മുടെ പ്രമേയത്തിന്റെ ഭാഗമല്ല. പക്ഷേ മഹാനായ ബാബാസാഹേബ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഈ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യമൊക്കെ നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു സന്ദർഭമാണിത്. കാരണം അദ്ദേഹം എഴുതിയ, പൊരുതി വാങ്ങിയ ആ അവകാശങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമാണ്. പക്ഷേ ആ മഹാനായ ബാബാസാഹേബ് BR അംബേദ്കർ എഴുതിയ ഭരണഘടന, അതിലൂടെ ഒരു പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ ഈ രാജ്യത്ത് വരുന്നു. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ വരുമ്പോൾ അതിനകത്ത് മെജോറിറ്റേറിയൻ റൂളാണ്. ജനസംഖ്യയിൽ അല്ല, വോട്ടർമാർ, ഭൂരിപക്ഷം ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവരാണ് ഭരണാധികാരികളാവുക എന്ന ഒരു ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ഇന്ത്യയിൽ വന്നത്. അത്രത്തോളമൊക്കെ അത് അംബേദ്കർ സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് ബാബാസാഹേബ് അംബേദ്കർ ആഗ്രഹിച്ചത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും കൊള്ള നടത്താൻ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ബ്രിട്ടീഷ് മോഡൽ തെരഞ്ഞെടുപ്പൊന്നും അംബേദ്കർ അംഗീകരിച്ചില്ല എന്നതിന് തെളിവുകളുണ്ട്. പോട്ടെ, അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴോ ഭൂരിപക്ഷം നിർണയിക്കണം. ഭൂരിപക്ഷത്തിന് പട്ടികജാതിക്കാരെ കൂടെ വേണം. അപ്പൊ പട്ടികജാതിക്കാരുടെയും പിന്നോക്ക ജാതിക്കാരുടെയും ഇവിടുത്തെ ആദിവാസികളുടെയും ഇനം തിരിച്ചുള്ള, വേർതിരിച്ചുള്ള കണക്കുകൾ എടുത്താൽ ആ കണക്ക് അടിസ്ഥാനത്തിൽ അവർക്കൊരു പക്ഷേ ഒരു ഐക്യബോധം ഉണ്ടാകാം, ഒരു സ്വത്വബോധം ഉണ്ടാകാം. ജാതി സെൻസസ് അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അവരുടെ ജാതിയെക്കുറിച്ചും ആ ജനസംഖ്യയുടെ വലിപ്പത്തെക്കുറിച്ചുമുള്ള ഒരു സാമൂഹ്യ ബോധം നൽകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയുമുണ്ട്. 3% വരുന്ന ബ്രാഹ്മണനാണ് ഈ രാജ്യം വിഴുങ്ങുന്നതെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയിൽ 300 ദശലക്ഷത്തോളം വരുന്ന, 30 കോടിയോളം വരുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനസമൂഹമാണ് ഈ രാജ്യത്തെ ദളിതുകളെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ ആ ജനസംഖ്യക്കനുസരിച്ച് ഈ രാജ്യത്തിന്റെ അധികാരവും വിഭവങ്ങളും കൈക്കലാക്കേണ്ടത് ഞങ്ങളല്ലേ എന്നൊരു രാഷ്ട്രീയ ചോദ്യം, ഒരു സ്വപ്നം ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളുടെ മനസ്സിലുദിച്ചാൽ, അത് ഹൃദയത്തിൽ വളർന്നാൽ, അതൊരു രാഷ്ട്രീയ ശക്തിയായാൽ
ആ രാഷ്ട്രീയ ശക്തിയെ തടയാൻ ചാതുർവർണ്ണ്യത്തിന് കഴിയില്ല, ജാതി വ്യവസ്ഥയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് ജാതിബോധത്തെ മറച്ചിട്ട് കൃത്രിമമായൊരു മതബോധം മാത്രം നമുക്ക് മതി. ഹിന്ദുക്കളാണെന്നൊരു പൊതുബോധവും, എന്നിട്ട് എല്ലാ ഹിന്ദുക്കളായ നമ്മളും മുസ്ലിമിനെ കൊല്ലണം എന്ന ഒരു സൈന്യത്തിന്റെ ഒരു മുസ്ലിം വിരുദ്ധ സൈനിക ബോധവും ഇത്ര ഉണ്ടെങ്കിൽ ആയുഷ്കാലം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി നിർത്താം. അതുകൊണ്ട് ഹിന്ദുക്കൾ ഒന്നാണ് എന്ന ഒരു കപടബോധം, രണ്ട്, നമ്മൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലണം, അവരെ എതിർക്കണം എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഫോബിയ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ BJPക്ക് സ്വസ്ഥമായി അങ്ങ് ഭരിക്കാം. ഇതാണ് മണ്ഡൽ അനന്തര കാലത്ത് BJPയും സംഘപരിവാറും നടപ്പിലാക്കിയത്. അത് കൊണ്ടുവരാനുള്ള കാരണം എന്താ? അതിനും മുമ്പേ ദലിതർ, മഹാനായ ബാബാ സാഹേബ് BR അംബേദ്കറുടെ ആശയങ്ങൾ മനസ്സിലാക്കിയ മഹാനായ കൻഷിറാം, അദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി വിളിച്ചു പറഞ്ഞു 85 വേഴ്സസ് 15. ഈ 85നെ താഴെ നിർത്തിയിട്ട് നീ 15 ഭരിക്കണ്ട, അതാണ് പറഞ്ഞത്. ജാതി സെൻസസിന്റെ അടിസ്ഥാനപരമായ സ്ലോഗൻ അത് ഉയർത്തിയത് കൻഷിറാമാണ് ആധുനിക ഇന്ത്യയിൽ. അദ്ദേഹം പറഞ്ഞു, എന്താണ്, ഞങ്ങളുടെ വോട്ടിൽ നിന്റെ ഭരണം, വോട്ട് ഹമാര രാജ് തുമാര നഹി ചലേഗ നഹി ചലേഗ, ഞങ്ങളുടെ വോട്ടിൽ നിന്റെ ഭരണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉത്തരേന്ത്യയിൽ യോഗി ആദിത്യനാഥിന്റെ എല്ലാ അഹങ്കാരങ്ങളും ഇന്ന് ദളിതന്റെ മേൽ, ഇന്ന് ആദിവാസികളുടെ മേൽ ഖദ്രാസുകൾ ഉണ്ടാകുന്നു, ആൾക്കൂട്ട കൊലകൾ ഉണ്ടാകുന്നു, ബീഫ് ടെറർ ഉണ്ടാകുന്നു, ബുൾഡോസർ രാജ് നടക്കുന്നു. ഈ ബുൾഡോസർ രാജ് നടക്കുന്ന മണ്ണിലാണ് മഹാനായ കൻഷിറാം ദളിതരെ സംഘടിപ്പിച്ച് അവന്റെ സാമൂഹ്യ സംഘടിത ശക്തിയെ ഉപയോഗിച്ച് 4 പ്രാവശ്യം UP എന്ന് പറയുന്ന സംസ്ഥാനം ഒരു പട്ടികജാതിക്കാരിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഭരിച്ചത് സാധ്യമാണ്. കണക്കുകളെ കുറിച്ച് ബോധ്യം വന്നാൽ, ശക്തിയെക്കുറിച്ച് തിരിച്ചറിവ് വന്നാൽ, നിന്നെ താഴെ ഇറക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് ദളിതൻ ചിന്തിക്കും. ചിന്തിച്ചാൽ നടക്കും. അത് തെളിയിച്ചു UPയിൽ. അവിടെ മുതലാണ് ഈ രാഷ്ട്രീയം ഇനി ഈ രാജ്യത്ത് പടരാൻ പാടില്ല. UPക്ക് പുറത്തേക്ക് ഈ രാഷ്ട്രീയം വളരരുത്. ഇത് ഇന്ത്യയിൽ ഒരു വലിയ ബഹുജന ദേശീയ രാഷ്ട്രീയമായി ഒരു അംബേദ്കർ രാഷ്ട്രീയം വികസിക്കരുത്. അതിനെന്ത് വേണം? അതിന് ജാതിബോധത്തെ തകർക്കാൻ മതബോധത്തെ വളർത്തണം. ഇവിടെ KPMSന്റെ പ്രിയങ്കരനായ നേതാവ് പറഞ്ഞല്ലോ, ഒരു കാലത്ത് കേരളം ചോദിച്ച ഒരു കാര്യമുണ്ട്, നിവർത്തന പ്രക്ഷോഭങ്ങളിലൂടെ ചോദിച്ചൊരു കാര്യം. നയന്മാര് പരദേശികളെല്ലാം വന്ന് കൊണ്ടുപോകുന്നു, ഞങ്ങൾക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മലയാളി മെമ്മോറിയലുമായിട്ട് നടന്നവന്മാരാ, അപ്പേറെ അതവിടെ ഇരിക്കട്ടെ. പക്ഷെ അതിന് പുറകെ കേരളത്തിലെ പ്രബുദ്ധരായ ഈ പിന്നോക്ക ജാതികൾ, പിന്നോക്ക സമൂഹങ്ങൾ, SNDP ഒക്കെ സംഘടിച്ചുകൊണ്ട് അധികാരം ചോദിച്ചു. കോഴഞ്ചേരി പ്രഖ്യാപനമുണ്ടായി. C കേശവനെ പോലുള്ള ആൾക്കാർ, TK മാധവനെ പോലുള്ള ആൾക്കാർ കോഴഞ്ചേരി പ്രഖ്യാപനം എന്താ പറഞ്ഞത്? കേരളത്തിന്റെ അധികാരം ഈ നായർമാരുടെയും ബ്രാഹ്മണന്റെയും കുത്തകയല്ല, ഞങ്ങൾക്ക് ഗവർണർക്ക് അധികാരം വേണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ C കേശവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു. എന്നിട്ടോ അണികളായ മണ്ഡശിരോമണികൾക്ക് ഇവിടെ അപ്പുറത്ത് തുറന്നു കൊടുത്തു. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന വിഡ്ഢിത്തം. നേതാവിനെ അറസ്റ്റ് ചെയ്ത് അധികാരം ചോദിച്ച നേതാവിനെ അകത്തിട്ടിട്ട് അണികൾക്ക് അമ്പലം തുറന്നു കൊടുത്ത കള്ളത്തരം, വഞ്ചന. 36-ൽ ക്ഷേത്രപ്രവേശന വിളംബരം. അയ്യങ്കാലിയുടെ പട്ടി പോലും വെങ്ങാനൂരിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയില്ല. നിന്റെ പണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് കയറാൻ ഒരു പട്ടിയും വരില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം വിപ്ലവകാരിയായ മഹാത്മാ അയ്യങ്കാളിക്കുണ്ടായിരുന്നു. വിദ്യാലയം മതി ഞങ്ങൾക്ക്, അധികാരം മതി ഞങ്ങൾക്ക്, പ്രജാസഭയിലെ പങ്കാളിത്തം അത് മതി, നിന്റെ ഒന്നും അമ്പലം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റവും രാഷ്ട്രീയ ബോധവും വിവേകവും മഹാത്മാ അയ്യങ്കാളിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരം, അധികാരം ചോദിക്കുമ്പോൾ അമ്പലം തുറന്നു തരിക, അധികാരം ചോദിക്കുന്നവരുടെ അണ്ണാക്കിലേക്ക് ചന്ദനം എറിഞ്ഞു തരിക, ഇതൊന്നും അല്ല ഇവിടെ വേണ്ടത്. അവിടെ കഴകത്തിന് പോലും ഈഴവൻ കൊള്ളത്തില്ല എന്ന് പറയുക. അതിപ്പോ നമുക്ക് മനസ്സിലായി, ഈഴവന് പറ്റത്തില്ല ഈ പണി, പൊലേന് പറ്റത്തില്ല, പറയന് പറ്റത്തില്ല പണി. പാളിയൊക്കെ ഇളക്കി കൊണ്ടുപോയി ഈ കണ്ണടയെ കൊണ്ടുപോവുക, ബഹറാട്ടെ കൊണ്ടുപോവുക, സ്വർണം മോഷ്ടിക്കുക. ഇതിങ്ങനെ പൂണൂല് കൊണ്ട് സ്വർണം കെട്ടി അത് മോഷ്ടിച്ച് അതുകൊണ്ട് വിറ്റ് കറങ്ങി കള്ളത്തരം നടത്തുന്ന പണി പറ്റത്തില്ലടോ. തന്നാലും വേണ്ട ആ പണി എന്ന് പറയാനാണ് അഭിമാനികളായ അയ്യങ്കാളുടെ പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. നീയൊക്കെ തന്നാലും ഈ മോഷണവും വൃത്തികേടും ഈ പരിപാടിയൊന്നും ഞങ്ങൾക്ക് പറ്റിയതല്ല, ഞങ്ങൾക്കത് വേണ്ട, അത് വേറെ കാര്യം. മുലക്കരവും ഞങ്ങളുടെ അമ്മമാരുടെയൊക്കെ മുലക്കരം പിരിച്ചും പിന്നെ താടിക്കരം മീശക്കരം 111 കരവാ, തലക്കരം മുലക്കരം താടിക്കരം മീശക്കരം ഇതെല്ലാം കൂടെ പിരിച്ച പൈസയാണ്.
നിലവറക്കകത്തൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് വേറെ കാര്യം. ഈ അടിമ ചന്തകൾ ഉണ്ടായിരുന്നല്ലോ. കേരളത്തിന്റെ ഈ സമ്പത്തെല്ലാം പണിയെടുത്തുണ്ടാക്കിയത് ഞങ്ങളുടെ പൂർവികരാണ്. അടിമ കമ്പോളങ്ങൾ കൊണ്ട് വിറ്റു, വാങ്ങി, പണിയെടുപ്പിച്ചു. ആ പൈസ എവിടെ? അത് ഞങ്ങളുടെ പണമാ. കേരളത്തിന്റെ ഇക്കണോമി, കേരളത്തിന്റെ സമ്പദ്ഘടന ദളിതന്റെ അധ്വാനമാണ്. അടിമകളായി ഞങ്ങളുടെ പൂർവികർ ഉണ്ടാക്കിയ അവന്റെ വിധ്വാനമാണ്, വിയർപ്പാണ്. അത് തരണം. ഇന്നല്ലേ നാളെ അതിന്റെ നഷ്ടപരിഹാരം ചോദിക്കുന്ന ഒരു കാലം വരും. ആര് പട്ടിണിയില്ല എന്ന് പ്രഖ്യാപനം നടത്തിയാലും തിരിച്ചറിവ് ഒരു പുതിയ തലമുറ എഴുന്നേക്കും. അവർ കണക്ക് ചോദിക്കും. അത് ചോദിച്ച് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അധികാരം ചോദിക്കുമ്പോൾ അമ്പലം തുറന്നു തരിക. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് 27% പിന്നോക്കക്കാരൻ, മൊത്തം 52% പിന്നോക്കക്കാരൻ. ഈ 52% പിന്നോക്കക്കാരന് ഇന്ത്യയുടെ IAS, IPS, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ജോലികളിൽ പ്രാതിനിധ്യമില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണക്ക്, ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലിന്റെ കണക്കുകൾ വന്നു. ആ കണക്കുകൾ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. എത്ര തല്ലുകൊണ്ടാലും നമുക്ക് ബോധം ഉണ്ടാവില്ല. പക്ഷേ കണക്കുകൾ ചങ്കിൽ തറയ്ക്കും, അത് കണ്ണിൽ തറയ്ക്കും. അങ്ങനെയുള്ള കണക്കുകളുടെ മാന്ത്രിക വിദ്യയിലാണ് ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരൻ പ്രക്ഷോഭം നടത്തി. ഉദ്യോഗം വേണം ഞങ്ങൾക്ക്, അധികാരം വേണം ഞങ്ങൾക്ക്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ഇന്ത്യയിലെ പിന്നോക്ക ജാതിക്കാരൻ പറഞ്ഞു. നടപ്പിലാക്കാൻ മടിച്ച ഉത്തരേന്ത്യയുടെ ഭൂമികയിൽ യാദവന്റെ പുതിയ രാഷ്ട്രീയം ഉണ്ടായി. ലല്ലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, ഇപ്പോൾ അവരുടെ മക്കൾ തേജസ്വി, അവരൊക്കെ കാഞ്ചറാം മുമ്പേ നടന്നു. ആ മുന്നേ നടന്ന രാഷ്ട്രീയ അവബോധത്തിന്റെ പിന്നെ പിന്നോക്കക്കാരൻ നടന്നു. ഈ ദളിത് രാഷ്ട്രീയവും OBC രാഷ്ട്രീയവും ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണിക് അധികാര ഘടനയെ കടമുഴക്കി വീഴ്ത്തി. ഇനി ഇത് ഉയരാൻ പറ്റുകയില്ല. ഈ ഭീകരത വന്നപ്പോഴാണ് ഇവിടെയും കേരളത്തിലെ പിന്നോക്കക്കാരൻ അതേ ഈ നിവർത്തന പ്രക്ഷോഭം വിജയിച്ചായിരുന്നെങ്കിലോ കേരളത്തിന്റെ അധികാരം ആരുടെ കയ്യിലേക്ക് വരുമായിരുന്നു എന്നാലോചിച്ചാൽ മതി. അത് ഇന്ത്യയിൽ നടന്നാലോ ഇന്ത്യ മുഴുവൻ ആളുടെ കയ്യിലേക്ക് UP ആവർത്തിക്കും. മായാവതിമാർ, പഞ്ചമിമാർ ഇന്ത്യ ഒട്ടാകെ മുഖ്യമന്ത്രിമാരായെന്നിരിക്കും. അതുകൊണ്ട് അത് തടയണം. അതിനാണ് സാക്ഷാൽ രാമനെ വിളിച്ചത്. 33 കോടി ദൈവങ്ങളുണ്ടെങ്കിൽ രാമനെ തിരഞ്ഞെടുത്തു. കാരണം ശംഭുകനെ ഈ വെട്ടിക്കളഞ്ഞത് പട്ടികജാതിക്കാരനായ, അങ്ങനെ പറയാം നമുക്ക്, താണജാതിക്കാരനായ ശംഭുകൻ തപസ്സു ചെയ്തു പോലും. ആ തപസ് വലിയ കുറ്റമാണ്. ബ്രാഹ്മണന്റെ കുട്ടി മരിച്ചു, കുഞ്ഞിനെ എടുത്തുകൊണ്ട് രാമന്റെ മുമ്പിൽ അയോധ്യയിൽ വന്നു. ബ്രാഹ്മണൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു, നിങ്ങളാണ് ഉത്തരവാദി, രാമൻ, എന്റെ കുട്ടി മരിച്ചിരിക്കുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞ മറുപടി, ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നു, താണജാതിക്കാരൻ. അത് സനാതന ധർമ്മത്തിനെതിരാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രാഹ്മണന്റേതാണ്, എല്ലാം ബ്രാഹ്മണനെ പറ്റൂ. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നു, ധർമ്മച്യുതി സംഭവിച്ചിരിക്കുന്നു. ധർമ്മം വീണ്ടെടുക്കണമെങ്കിൽ അവനെ കൊല്ലണം. രാമന്റെ ധർമ്മം വാലെടുത്ത് ഓടിപ്പോയി ശംഭുകന്റെ തല വെട്ടിക്കളഞ്ഞു. അതാ രാമരാജ്യം. അതുകൊണ്ട് ആ രാമനെ തന്നെ എടുത്താലേ രാഷ്ട്രീയ അധികാരത്തെ വെട്ടിക്കളയാൻ പറ്റുകയുള്ളൂ. രാഷ്ട്രീയ അധികാരത്തിന്റെ ശിരച്ഛേദം, പൊളിറ്റിക്കൽ ആംബ്യൂട്ടേഷൻ, ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്ന ദളിത് പിന്നോക്ക സമൂഹങ്ങളുടെ സംഘടിതമായ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ തലവെട്ടിക്കളയുന്ന പ്രക്രിയയുടെ പേരായിരുന്നു രാമജന്മഭൂമി. ഈ ക്ഷേത്രവും ബാബരി മസ്ജിദിനെതിരായ യുദ്ധവും അവസാനം 92 പള്ളി പൊളിച്ചു. ആ നടപടിയെക്കുറിച്ച് നമ്മുടെ DY ചന്ദ്രചൂഡിന്റെ വിധിക്കകത്ത് എന്താ പറഞ്ഞത്? പൊളിച്ചത് തെറ്റാ, പക്ഷെ അവിടെ അമ്പലം പണിതോളൂ എന്ന്. അങ്ങനെ അമ്പലം പണിത് പൂജ നടത്തിയപ്പോ പ്രസിഡന്റ് സ്ഥാനത്ത് പട്ടികജാതിക്കാരി അവരിമലയൊക്കെ വന്നിട്ട് പോയി. പക്ഷേ പാർലമെന്റിന്റെ പൂജാ ചടങ്ങിലൊന്ന് പങ്കെടുക്കാൻ പറ്റിയോ? നോക്കണം, ഇവിടെ വന്ന് പടി കയറി. അത് ബുദ്ധക്ഷേത്രം ആയതുകൊണ്ടാ. അത് ബുദ്ധമത ക്ഷേത്രമാണ്, ഹൈന്ദവ ക്ഷേത്രമൊന്നുമല്ല ശബരിമല. നേരെ മറിച്ച് അതിനു മുമ്പ് കോവിന്ദ് പ്രസിഡന്റായി പൂരി ജഗന്നാഥ് ക്ഷേത്രത്തിൽ ചെന്നു, ഒന്ന് തൊഴണം, അകത്തോട്ട് കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഈ കോവിന്ദല്ലേ, പട്ടികജാതിക്കാരനല്ലേ, പറ്റുകയില്ല എന്ന് പറഞ്ഞ് അയാളെ ആക്ഷേപിച്ച് പുറത്താക്കി. അത് തന്നെയാണ് പാർലമെന്റിന്റെ പൂജാ ചടങ്ങിൽ പൂജാരി അല്ലാത്ത പ്രധാനമന്ത്രി പൂജ ചെയ്തു ആദ്യമായി മോഡി. പക്ഷെ അവിടെ ദ്രൗപദി മുർമുവിന് ഇടം കിട്ടിയില്ല. ഞാൻ പറയുന്നത് ഈ രീതിയിലാണ് BJPയുടെ രാഷ്ട്രീയം. രാമക്ഷേത്ര പ്രശ്നവുമായി വന്നു, ബാബരി മസ്ജിദ് തകർത്തു. ഇങ്ങനെ ഒരു ഹിന്ദു പ്രൈഡ് ഉണ്ടാക്കി. ശക്തിയുള്ളവരാണ് ഹിന്ദുക്കൾ, അവർക്ക് പള്ളി പൊളിക്കാൻ കഴിവുള്ളവരാണ്. ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൊല്ലാൻ കഴിയുന്നവരാണ്, ബോംബെ കൊലകൾ നടത്താൻ കഴിയുന്നവരാണ്, കൊല ചെയ്യാൻ കഴിയുന്നത് വലിയ കരുത്താണ്. ഇത്തരൊരു ഹിംസയുടെ
രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഏറ്റവും ഒടുവിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ കൊച്ചുമകനായ ടെൽടുംബ്ലെ ഭീമാ കൊറേഗാവ് 28,000-ഓളം വരുന്ന പേഷ്വാമാരുടെ ബ്രാഹ്മണ സൈന്യത്തെ 500-ഓളം വരുന്ന മഹറുകളായ ദലിതുകൾ ഒറ്റയ്ക്ക് പോരടിച്ച് തോൽപ്പിച്ച യുദ്ധം 1818 ജനുവരി 1-ാം തീയതി. 28,000 സൈന്യം. അവരെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയത്തില്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞു, മഹറുകളായ നിങ്ങൾക്ക് കഴിയുമത് ചെയ്യാമോ എന്ന്. മഹർ സൈനികർ ഏറ്റെടുത്തു. അവർ പൂനെയിൽ നിന്ന് 27 മൈൽ ദൂരെ പട്ടിണി കിടന്ന് പാതിരാത്രിയിൽ നടന്ന് വെളുപ്പാങ്കാലത്ത് ഭീമാ നദിയുടെ തീരത്തെത്തി. ആ തീരത്ത് സർവ്വ സൈന്യവുമായി നിൽക്കുന്ന, കുതിരപ്പടയുമായി നിൽക്കുന്ന പേഷ്വാ സൈന്യം. ആ സൈന്യത്തെയാണ് 500 മഹറുകൾ, 28,000 ആയുധമേന്തിയ കുതിരപ്പടയും ഒക്കെയുള്ള, ആനപ്പടയും ഒക്കെയുള്ള സൈന്യം അവരോട് പൊരുതി രക്തസാക്ഷികളായി 28,000-നെ ഏതാണ്ട് തോൽപ്പിച്ച് വിജയിച്ച ദളിത ഈ വിപ്ലവ വിജയ ദിനമാണ് ജനുവരി 1. അത് നമ്മൾ കൊണ്ടാടുന്നുള്ള കാര്യം നമുക്കറിയില്ല. കേരളത്തിൽ നമുക്കിപ്പോഴും അത് ആഘോഷമല്ല. പക്ഷെ ബാബാ സാഹേബ് അംബേദ്കർ മരണം വരെയും എല്ലാ വർഷവും ഭീമാ കൊറേഗാവിൽ പോയി സല്യൂട്ട് ചെയ്യുമായിരുന്നു ആ സൈനികരുടെ മുമ്പിൽ. ആ ഭീമാ കൊറേഗാവില് 2018 ജനുവരി 1-ന് 200-ാം വാർഷികം ആഘോഷിക്കാൻ പോയതിന്റെ പേരിലാണ്, ഭീമാ കൊറേഗാവിൽ പോയതിന്റെ പേരിൽ ബാബാ സാഹേബ് അംബേദ്കറുടെ കൊച്ചുമകനായ ടെൽടുംബ്ലെ ജയിലിൽ കിടക്കുന്നത് നിങ്ങൾ അറിയുമോ? അപ്പോ അംബേദ്കറൈറ്റുകളെ, ബുദ്ധിജീവികളെ, എഴുത്തുകാരെ, അക്കാദമിഷ്യന്മാരെ ഒക്കെ തീവ്രവാദികളാക്കി, അർബൻ നക്സലുകളാക്കി, രോഹിത് ഗമിലെ കൊന്നു. സവർണ ഫാഷിസം എന്താ? അധികാരത്തെക്കുറിച്ചുള്ള ദളിത പിന്നോക്ക അവർണ സങ്കല്പങ്ങൾ. സെൻസസിനെ നമ്മൾ അവിടെ വെച്ച് കാണണം. മണ്ഡൽ കൊണ്ടുവന്നത് എന്താ? ഒരുതരം സെൻസസ് ആണ്, കണക്കുകളാണ്. ആ കണക്കുകളാണ് ഈ രാജ്യത്ത് ഇനി ഒരു രാഷ്ട്രീയം ഉയർന്നു വരണ്ട, ഇവിടെ ഹിന്ദുരാഷ്ട്രം മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഒരുതരം അക്രമോത്സുക ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പള്ളി പൊളിച്ചവന്റെ കയ്യിലേക്ക് പാർലമെന്റ് കീഴടങ്ങുകയും ചെയ്തത്. ജനാധിപത്യത്തിനകത്ത് ഫാഷിസത്തിന് വരാൻ ഒരു വഴിയുണ്ടെന്ന് ആരോ പണ്ട് പറഞ്ഞു. ജനാധിപത്യത്തിനകത്ത് ഫാഷിസത്തിന് വരാനും അവിടെ ജീവിക്കാനും അവിടെ നിന്ന് ഇറങ്ങാതിരിക്കാനും അങ്ങനെ ആ ഫാഷിസത്തോടെ രാജ്യത്തെ വിഴുങ്ങാനും ഒരുപാട് വഴികളുണ്ട് എന്ന് BJP മോഡിയും സംഘപരിവാറും തെളിയിച്ചു. 100 കൊല്ലം മുമ്പ് നാഗപ്പൂരിൽ നിന്ന് അവൻ ആവിഷ്കരിച്ച ഒരു പദ്ധതി കഴിഞ്ഞ 10 വർഷമായി അവർ നടപ്പിലാക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ സാധനമില്ല. ഭരണഘടന എഴുതിയ ബാബാ സാഹേബ് അംബേദ്കറെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ അങ്കണത്തിലിട്ട് ആക്ഷേപിക്കാൻ എങ്ങനെയാണ് അമിത്ഷായ്ക്ക് ധൈര്യം വരുന്നത്? ഈ ഭരണഘടന എഴുതിയ ബാബാ സാഹേബ് അംബേദ്കർ ആ ഭരണഘടന എഴുതി കൊടുത്തപ്പോൾ ഇത് ഇന്ത്യക്ക് വേണ്ട, ഇത് ഇന്ത്യക്ക് ചേരുന്ന വസ്ത്രമല്ല, ഇത് ചേരുകയില്ല, ഇത് ചാതുർവർണ്ണ്യ ശരീരമാണ്, അതുകൊണ്ട് ഇവിടെ മനുസ്മൃതിയെ പറ്റുകയുള്ളൂ, ഇത് പകർത്തി എഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിച്ച മോഡിയുടെ ആൾക്കാര്, അവിടുത്തെ സംഘപരിവാറിന്റെ ആൾക്കാർ, അങ്ങനെയുള്ളവർ, ഭരണഘടന തള്ളിപ്പറഞ്ഞവരാണ് ഇന്ന് ഭരണഘടനയുടെ കാവൽക്കാരായിരിക്കുന്നവർ. ഭരണഘടനയുടെ കാവൽക്കാർ ഭരണഘടന നിരാകരിക്കുന്നവരാണ്. അതുകൊണ്ട് അതിലെ അക്ഷരങ്ങളെ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് NEP വരുന്നത്. അവിടെയാണ് പട്ടികജാതിപട്ടികവർഗക്കാരനുള്ള SCP TSP ഫണ്ടുകൾ ഇന്ന് വെട്ടിക്കുറച്ചു. ഇന്ത്യയിലെ കോടിക്കണക്കിന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 1% പോലും പട്ടികജാതിക്കാരന് വിഹിതമില്ല. നീതി ആയോഗ് വന്നു. നേരത്തെ ഉള്ളത് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. അത് നെഹ്റുവിന്റെയും അംബേദ്കറുടെയും തീരുമാനമായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷൻ അടച്ചുപൂട്ടി നീതി ആയോഗ് കൊണ്ടുവന്നു RSSന് വേണ്ടി. അന്ന് മുതൽ വികസനം തൊലച്ചു. പിന്നെ ഓരോന്നായിട്ട് വന്ന് ഇപ്പോൾ ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ അംബേദ്കറെ മാറ്റി. ഇന്ന് മുഗൾ ചരിത്രം പഠിക്കേണ്ട NEPക്കകത്ത് മുഗൾ ചരിത്രമില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിച്ചാൽ എന്ത് സംഭവിക്കും? ആ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് കുറുവടി കറക്കുന്ന ഒരു RSSകാരൻ പോലും ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്തില്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരന്റെ അതാണല്ലോ ഷൂസിന്റെ രുചി അറിയണമെങ്കിൽ സവർക്കറോട് മാത്രം ചോദിച്ചാൽ പോരെ, എല്ലാ RSSകാരനും അതിന്റെ രുചി അറിയാവുന്നവരാണ്. അതുകൊണ്ട് ഈ ഇന്ത്യക്കാരൻ സമരം ചെയ്യുമ്പോൾ, മുസ്ലിങ്ങൾ സമരം ചെയ്യുമ്പോൾ, ശിപ്പായിമാർ സമരം ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരന് മുമ്പിൽ പോർട്ട് ബ്ലെയറിൽ പോയി പല പ്രാവശ്യം മാപ്പെഴുതി കൊടുത്ത ഈ സവർക്കറുടെ ആൾക്കാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം കുട്ടികൾ പഠിക്കണ്ട, ഗാന്ധിവധം പഠിക്കണ്ട, കൊന്നത് RSSകാരനാണ്. അംബേദ്കറെ പഠിക്കണ്ട, ആസാദിനെ പഠിക്കണ്ട, നെഹ്റുവിനെ പഠിക്കണ്ട, പിന്നെ എന്ത് പഠിച്ചാൽ മതി? ഋഗ്വേദം പഠിക്കാം, മനുസ്മൃതി പഠിക്കാം, പുരാണങ്ങൾ പഠിക്കാം, ഇതിഹാസങ്ങൾ പഠിക്കാം. ഇവിടെയാണ് ബാബാ സാഹേബ് അംബേദ്കർ 1945 അദ്ദേഹത്തിന്റെ പാകിസ്ഥാൻ പാർട്ടീഷൻ ഓൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞത്, ഹിന്ദുരാഷ്ട്രം ഒരു കാരണവശാലും ഇന്ത്യയിൽ വരാൻ പാടില്ല. എന്ത് വില കൊടുത്തും ഹിന്ദുരാഷ്ട്രത്തെ ചെറുക്കുക തന്നെ വേണം. അത് അപകടമാണ്. ഇറ്റ് വിൽ ബി എ മെനാൻസ്.
അത് അങ്ങേയറ്റം വലിയ അപകടമായിരിക്കും ഹിന്ദുരാഷ്ട്രം വന്നാലെന്ന് അന്ന് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു. ഇന്ന് നമുക്കത് മനസ്സിലാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യയുടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാമുള്ള ഇന്ത്യക്കാരന്റെ മുമ്പിലുള്ള ഒരു മീൻസ് വെപ്പണാണ് സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ് ഇസ് എ വെപ്പൺ, സെൻസസ് ഇസ് എ മീൻസ്. അത് വന്നാൽ മണ്ഡലിന്റെ കണക്കുണ്ടാക്കിയ പുകില്, സച്ചാർ കമ്മീഷന്റെ കണക്കും വന്നു. അതുണ്ടാക്കിയ പുകില് കൊണ്ടാണ് ന്യൂനപക്ഷ വേട്ട ഇപ്പൊ തുടങ്ങിയത്. കാരണം പിന്നോക്കക്കാരൻ അധികാരം ചോദിക്കുകയും ദളിതൻ UP ഉയർന്നു വരികയൊക്കെ ചെയ്തപ്പോൾ ഉള്ള പുകിലറിയാം. ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങളും സിഖുകാരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും കൂടി ഒരു ന്യൂനപക്ഷ ഈ സംഖ്യാബോധം ഉണ്ടായാൽ, സച്ചാർ കമ്മിറ്റി പറയുന്ന അതാണ്, ഇന്ത്യയിലെ വികസനത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കും കിട്ടിയിട്ടില്ല എന്ന് രജീന്ദർ സച്ചാർ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ്, അയാൾ ചെയർമാനായ കമ്മീഷനാണ്. ആ കണക്കുകൾ വന്നു. ആ കണക്കുകളിൽ നിന്നാണ് മുസ്ലിങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തനത് പാർട്ടികളുമായി രംഗത്തിറങ്ങി. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയം, പിന്നോക്ക രാഷ്ട്രീയം, ബഹുജൻ രാഷ്ട്രീയം, ദളിത് രാഷ്ട്രീയം ഇതെല്ലാം കൂടി ഒന്ന് ഏച്ചുകെട്ടുന്ന കൺഷണം പറഞ്ഞ ബാംസപതായിരുന്നു, ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. അതിന്റെ രാഷ്ട്രീയ രൂപമായിട്ടാണ് BSP വന്നത്. BSP എന്ന പേരിൽ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ബഹുജൻ പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ ഇന്ത്യയിൽ സംഭവിച്ചാൽ ഇന്ത്യയുടെ ജനാധിപത്യം യാഥാർത്ഥ്യമാകും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ഭരണഘടനയുടെ രാഷ്ട്രീയം. ആ ഭരണഘടന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇക്വാലിറ്റിയും ഫ്രട്ടേണിറ്റി ലിബർട്ടിയാണ്. സംഘടനയുടെ പേരതാണ്. എന്താണെങ്കിലും ആ ഇക്വാലിറ്റി യാഥാർത്ഥ്യമാകുന്ന, ഫ്രട്ടേണിറ്റി യാഥാർത്ഥ്യമാകുന്ന, ലിബർട്ടി യാഥാർത്ഥ്യമാകുന്ന ഒരു സാമൂഹിക ജനാധിപത്യം, ഒരു സാമ്പത്തിക ജനാധിപത്യം, അവിടെയാണ് ഇന്ത്യയുടെ പരിഹാരം. അതിലേക്കുള്ള വഴിയാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. ആ ജാതി സെൻസസ് നമ്മൾ നോക്കുക. കേരളത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുഴുവൻ ഇന്ന് ആരുടെ കയ്യിലാന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ 90% വെൽത്തും കേവലം 7% വരുന്ന ഒരു അതിസമ്പന്ന വരേണ്യ സവർണ വിഭാഗങ്ങളുടെ കയ്യിലാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കണക്കുകൾ രംഗത്തുണ്ട്. ഒന്ന് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഇന്ത്യയിൽ 50ഓളം മൈനുകളുണ്ട്. മൈനുകൾ, ആ 50 മൈനുകളും വലിയ മൈനുകളെല്ലാം ബ്രാഹ്മണരോ വൈശ്യന്മാരോ ആണ് ഉടമസ്ഥരായിട്ടുള്ളത്. 25-ൽ 24ഓളം പവർ അഗ്രിമെന്റ്, ഇന്ത്യയിലുള്ള പവർ അഗ്രിമെന്റ് അത് മുഴുവൻ സവർണരാണ്. ഒരൊറ്റ പിന്നോക്കക്കാരനില്ല, ഒരു ദളിതനില്ല. ഇന്ത്യയിൽ 13ഓളം എയർപോർട്ടുകൾ അദാനിമാരുടെ കയ്യിലോ അംബാനിമാരുടെ കയ്യിലോ ആണ്. അതിൽ പിന്നോക്കക്കാരനില്ല, ദളിതനില്ല. 28ഓളം മൈനർ പോർട്ടുകളുണ്ട്, ചെറു തുറമുഖങ്ങൾ. അത് മുഴുവൻ ഈ രാജ്യത്തെ വരണ്യരായ സവർണരുടെ കയ്യിലാണ്. ഇങ്ങനെയുള്ള നാഷണൽ ഹൈവേ കോൺട്രാക്റ്റുകളുണ്ട്, കോടികൾ ലാഭം കിട്ടുന്ന നാഷണൽ ഹൈവേ കോൺട്രാക്റ്റുകൾ 33 മുഴുവൻ സവർണരുടെ കയ്യിലാണ്. SC ST OBC മൈനോറിറ്റികളില്ല. 15-ൽ 14ഓളം മേജർ ഇറിഗേഷൻ പ്രോജക്റ്റുകളുണ്ട്. അത് മുഴുവൻ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് അദാനി അംബാനി കൂട്ടുകെട്ടാണ്. അവിടെയും ദളിതരില്ല, പിന്നോക്ക ജാതിക്കാരില്ല. അങ്ങനെ ഇന്ത്യയിലെ ഡിഫൻസ് പ്രൊഡക്ഷൻ സെന്ററുകളുണ്ട്, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ. വിദേശ രാജ്യങ്ങളുമായി ഇസ്രയേലുമായിട്ടടക്കം കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ട് ആയുധം നിർമ്മിക്കുന്ന വൻകിട സംവിധാനങ്ങൾ. അതിൽ ദളിതരില്ല. കോടികളാണ്, മില്യൺ കണക്കിന് ഡോളർ കിട്ടുന്ന, രൂപ കിട്ടുന്ന ആ ഇടപാടിൽ ദളിതരും പിന്നോക്കക്കാരനും ഇല്ല. ഇങ്ങനെ ഈ രീതിയിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 80% സവർണരും ബ്രാഹ്മണരുമാണ് നടത്തുന്നത്. അവിടെയും ദളിതർക്കും പിന്നോക്കജാതിക്കാർക്കും പ്രവേശനമില്ല. 78 വർഷക്കാലത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ, 75 വർഷക്കാലത്തെ കോൺസ്റ്റിറ്റ്യൂഷന് ശേഷമുള്ള ഇന്ത്യ, ഡെമോക്രാറ്റിക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ മുഴുവൻ ഇന്ന് ബ്രാഹ്മണന്റെ കയ്യിലും ഈ പറയുന്ന വരണ്യ സവർണന്റെ കയ്യിലുമാണ്. അതിൽ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക, ദളിത്, ആദിവാസി ന്യൂനപക്ഷങ്ങൾ ഇല്ല. ഈ വിഷയമാണ്. ജാതി സെൻസസ് വന്നാൽ ഇത് പുറത്തു വരും. ഇതിന്റെ വിഹിതം നമ്മൾ ചോദിക്കണം. അല്ലാതെ ഇനി ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ബീഹാറിൽ ജാതി സെൻസസ് വന്നു. ഇവിടെ സെൻസസ് വേണ്ട. സുകുമാരൻ നായരാണോ തീരുമാനിക്കുന്നത്? ഇവിടെ കേരളത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ആരാണ് ഈ സുകുമാരൻ നായർ? അയാൾ എക്കണമിസ്റ്റ് ആണോ? അയാൾ പൊളിറ്റീഷ്യൻ ആണോ? അയാൾ ആസൂത്രണ വിദഗ്ധനാണോ? ഞാൻ ചരിത്രമൊന്നും പറഞ്ഞ് ആരെയും ആക്ഷേപിക്കാൻ പോകുന്നില്ല. എങ്ങനെയാണ് കേരളത്തിലെ ശൂദ്രന്മാരുടെ കയ്യിലേക്ക് സമ്പത്ത് വന്നതിന്റെ വഴിയൊന്നും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പകരം അതൊക്കെ കിട്ടിയത് പഴങ്കഥയായിട്ട് അവിടെ ഇരുന്നോട്ടെ. സമ്പത്തിന്റെ ചരിത്രമൊന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളം എങ്ങനെ ഭരിക്കണമെന്നൊന്നും ചങ്ങനാശ്ശേരി ഇരുന്നുകൊണ്ട് തീരുമാനിക്കരുത്. കരയോഗ ഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ്. അതുകൊണ്ട് സുകുമാരൻ നായരല്ല തീരുമാനിക്കേണ്ടത് സെൻസസ് വേണോ വേണ്ടയോ എന്ന്. കേരളം തീരുമാനിക്കണം, കേരളത്തിലെ ക്യാബിനറ്റ് തീരുമാനിക്കണം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണം. സെൻസസ് വന്നാൽ ജാതി തിരിച്ചു വരുമെന്ന്. എവിടെയാ ആദ്യം വന്നത്? ജാതിയാണോ?
എന്താണ് ഇവിടെ? സെൻസസ് വന്നാൽ ജാതി പോകണമെങ്കിൽ ഈ ജാതി അസമത്വം പോകണം. അതുകൊണ്ട് സെൻസസ് വന്നാൽ ജാതി ഇല്ലാതാകും, ജാതിയുടെ അസമത്വം പരിഹരിക്കും. അതുകൊണ്ട് ജാതി നശിപ്പിക്കാനാണ് സെൻസസ്. ഇനി ബീഹാറിൽ സെൻസസ് വന്നു. എന്താ സംഭവിച്ചത്? ബീഹാറിൽ സെൻസസ് വന്നു, അതീവ പിന്നോക്കക്കാരുടെ കണക്കെടുത്തു. അങ്ങനെ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 69% അതിപിന്നോക്ക വിഭാഗങ്ങളും ദളിതരും ആദിവാസികളും ഒക്കെയാണ്. സവർണർ വളരെ കുറവാണ്. പിന്നീട് ബാക്കി കണക്കുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ സവർണർ എന്ന് പറയുന്ന ഒരു 15% താഴെ മാത്രമാണ്. അവരുടെ കയ്യിലാണ് ബീഹാറിലെ ഭൂമിയും ബീഹാറിലെ മുഴുവൻ വിഭവങ്ങളും. കണക്കെടുത്തു. അപ്പോൾ ഗവൺമെന്റിന് ആ കണക്കുകൾ പരിഗണിക്കേണ്ടി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ പരിഷ്കാരങ്ങൾ വന്നു. എന്താണ് സെൻസസ് വന്നാൽ ഒരു ഗുണം? ബീഹാർ സെൻസസിന്റെ പശ്ചാത്തലത്തിൽ ബീഹാറിൽ മാത്രം EWS ഉണ്ടല്ലോ, ഈ സവർണറിലെ പിന്നോക്കക്കാരെന്ന് പറയുന്ന എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWS, ബീഹാറിൽ EWSനകത്ത് ആ 10% ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്കും അർഹതയുണ്ട് എന്ന് വന്നു. പട്ടികജാതിക്കാരെ ദരിദ്രർക്കും ആദിവാസികളായ ദരിദ്രർക്കും EWS എന്ന് പറയുന്ന 10-നകത്ത് ഇടം കിട്ടി ബീഹാറിൽ. ഇവിടെയോ? ഇവിടുത്തെ EWSനകത്ത് ആരാ? നായന്മാരായിരിക്കണം. പാവപ്പെട്ടവൻ നായരാണെങ്കിൽ പരിഹാരമുണ്ട്, പാവപ്പെട്ടവൻ ബ്രാഹ്മണനാണെങ്കിൽ അവന് പരിഹാരമുണ്ട്. പാവപ്പെട്ട ആദിവാസിയുടെ പോകും, പാവപ്പെട്ട ദളിതൻ, പാവപ്പെട്ട പിന്നോക്കക്കാരൻ, അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ല. EWS അവന് ബാധകമല്ല. കേരളത്തിൽ ബീഹാറിൽ അത് ബാധകമാക്കി. പട്ടികജാതിക്കാരന്റെ ജനസംഖ്യ സംവരണം 16 നിന്ന് 19.7 വർദ്ധിപ്പിച്ചു. ബീഹാറിൽ പട്ടികവർഗക്കാരൻ്റെ 1% ആയിരുന്നു, അത് 1.7% ആയിട്ട് അത് വർദ്ധിപ്പിച്ചു. OBCയുടെ വർദ്ധിപ്പിച്ചു. ജനസംഖ്യാനുപാതികമായി ഉണ്ടായി പിന്നോക്കക്കാരന്. ഇത് കേരളത്തിലും സെൻസസ് വന്നാലോ? ഇത് മൊത്തം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലാത്ത ദളിതർക്കും ആദിവാസികൾക്കും കേരളത്തിലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും കണക്കുകളൊക്കെ പാലത്തും പാടൻ ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഓരോ സമുദായങ്ങളുടെയും ജനസംഖ്യയും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ പട്ടികജാതിക്കാർ മന്ത്രി പോലും വേണ്ട എന്ന് തീരുമാനിച്ചൊരു കാലഘട്ടമാണ് ഇത്. ഈ ഒരു കാലഘട്ടത്തിലാണ് നാളത്തെ പ്രഖ്യാപനവും വരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ മാറ്റം ആവശ്യമാണ്. ഈ എന്തുകൊണ്ട് സെൻസസ് എന്ന് പറഞ്ഞാൽ മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ത്യയിൽ IIT-കളുടെ കണക്കെടുത്താൽ, അതേപോലെ IIM-കൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളുടെ കണക്കെടുത്താൽ, അതേപോലുള്ള തന്ത്രപ്രധാനമായ ഉന്നത സ്ഥാപനങ്ങളിലൊക്കെയും പട്ടികജാതിക്കാരുടെയും പിന്നോക്ക ജാതിക്കാരുടെയൊക്കെ പ്രാതിനിധ്യം ഇന്ന് വളരെ കുറവാണ്, വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു സവർണ വരേണ്യ വിഭാഗങ്ങളുടെ കയ്യിലാണ്. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗങ്ങൾ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് തുടങ്ങിയ ജോലികളുടെ കണക്കെടുത്താൽ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കണക്ക്, ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ കണക്ക്, ഇതൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും പട്ടികജാതിക്കാരില്ല, ആദിവാസികളില്ല. ഈ തരത്തിൽ 661 ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് ഇന്ത്യയിൽ. അതിൽ SC എന്ന് പറയുന്നത് കേവലം 21 പേരാ, പട്ടികവർഗക്കാരൻ 12 പേരാ, OBC 78 പേരാ, ബാക്കി മുഴുവൻ ജഡ്ജിമാരും സവർണരിൽപ്പെട്ടവരാണ്. ഇങ്ങനെ തുടങ്ങിയ വസ്തുതകൾ എടുത്ത് പരിശോധിച്ചു കഴിയുമ്പോൾ ഇന്ത്യയുടെ 75 വർഷക്കാലത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സവർണ ഒലിഗാർക്കി, ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണി മാത്രമാണ്. അതുകൊണ്ട് ഇത് പരിഹരിക്കണം. നമ്മുടെ ഭരണഘടന പറയുന്ന ഇക്വാലിറ്റി, നമ്മുടെ ഭരണഘടന പറയുന്ന ജസ്റ്റിസ്, അത് യാഥാർത്ഥ്യമാകണം. അതിനുള്ള ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ജാതി സെൻസസ് കൊണ്ടുവരികയാണ്. ഇപ്പോ നടപ്പിലാക്കണമെന്ന് മോഡി ഇതുപോലെ കണ്ണിപ്പൊടിയിടുന്നത് പോലെ ഒരു പറച്ചിൽ പറഞ്ഞു. എങ്ങനെ നടപ്പിലാക്കും? അതൊക്കെ നമുക്ക് ചെന്ന് പറയാനുണ്ട്, അംബേദ്കറൈറ്റുകൾക്ക് പറയാനുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾ കണക്കെടുത്താൽ ആ കണക്കൊന്നും ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല. ആ കണക്കുകൾ എങ്ങനെ എടുക്കണം? ഇവിടുത്തെ വികസനപരമായ ഈ ഡെവലപ്മെന്റൽ ഡെഫിസിറ്റിനെ എങ്ങനെ നിങ്ങൾ റെക്കോർഡ് ചെയ്യും? വികസന കമ്മി രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തണമെങ്കിൽ വിദ്യാഭ്യാസത്തിലും അതേപോലെ വിഭവങ്ങളിലും ഭൂമിയിലും മറ്റ് സ്ഥാപനങ്ങളിലും മാർക്കറ്റിലും. ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കൂ, 7 ലക്ഷത്തിൽ ചില്ലുവാനും കടകളുണ്ട്, ഷോപ്പുകൾ, 7 ലക്ഷത്തിലധികം കടകൾ. ഒരൊറ്റ കട അതിൽ പട്ടികജാതിക്കാരനില്ല. അതേപോലെ ലക്ഷക്കണക്കിന് ഷോപ്പ് ജീവനക്കാരുണ്ട്, അതിൽ പട്ടികജാതിക്കാരില്ല. ഇങ്ങനെ തുടങ്ങിയാൽ കേരളത്തിൽ മുഴുവൻ ഓരോ മേഖല എടുത്തു പോയാലും. അതുകൊണ്ട് സൂക്ഷ്മമായ സ്ഥിതി വിവര കണക്കുകൾ എടുക്കണം. ആ കണക്കുകൾ എങ്ങനെ എടുക്കണമെന്ന്, എന്യൂമറേഷൻ എങ്ങനെ ചെയ്യണം, വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കണം എന്നൊക്കെ പറയാൻ കെൽപ്പുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നമുക്കിടയിൽ ഉണ്ടെന്നേ. ഈ പറയുന്ന ഒരു സെൻസസ് അത് ഗവേഷണ റിസർച്ച് മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യശാസ്ത്രപരമായും സാമ്പത്തിക ശാസ്ത്രപരമായും എങ്ങനെയാണ് ഈ വികസനപരമായി ഡിസ്പാരിറ്റീസ്, ഡെവലപ്മെന്റലായ വികസനപരമായ അസന്തുലിതാവസ്ഥയെ നിർണ്ണയിക്കേണ്ടത് എന്ന് അതിൻ്റെ പാരാമീറ്റേഴ്സ് നിർണ്ണയിക്കാൻ, അതിന് സൂചകങ്ങൾ രൂപപ്പെടുത്താനുള്ള
വിവരവും വിദ്യാഭ്യാസവും ഗവേഷണ ചാതുരിയുമുള്ള വിദഗ്ധന്മാർ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുണ്ട്. അവരോട് ചോദിക്കണം, അവരെ കൺസൾട്ട് ചെയ്യണം. ഞങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ഇല്ലായ്മകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ഗവൺമെന്റ്. അല്ലാതെ ഇന്നലെ വരെ നടത്തിയതുപോലെ ആരെങ്കിലും സെക്രട്ടേറിയറ്റ് വിളിച്ചിരുത്തി NEPയും പിന്നീട് PM ശ്രീ ഒക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടെങ്ങാണ് നാളെ ഒരു കള്ളക്കണക്ക് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ അംബേദ്കറെ കഴിയുകയില്ല. അതിനെതിരെ ശക്തമായ നിലപാട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സെൻസസ് വരേണ്ടതുണ്ട്. റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഇവിടെ ആരാണ് ഭരിക്കുന്നത്? കേരളം മൊത്തം ഇപ്പോ MLA മാർ. എന്തുകൊണ്ട് പട്ടികജാതിക്കാരന് ജനറൽ സീറ്റ് ഇല്ല? ഒരു പട്ടികജാതിക്കാരന് ജനറൽ സീറ്റ് കൊടുത്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? വലിയ വിപ്ലവം പറയുന്നത്. ദാരിദ്ര്യം അങ്ങ് മാറി എന്ന് പറയുന്നത് പുരോഗമനമാണ് എന്നല്ല പറയുന്നത്. അമേരിക്കയെക്കൊപ്പമാണെന്ന് പോലും. അതാണ് ന്യൂയോർക്കിൽ നിന്ന് എങ്ങാണ്ട് വന്നൊരു പെണ്ണ് പറഞ്ഞെന്ന് പോലും. അമേരിക്കയിൽ ഇത്ര നല്ല റോഡുകളില്ല. അതെ, എന്തായാലും കൊള്ളാം. വലിയ തമാശയാണ് ന്യൂയോർക്ക്. ഇവിടെ ജാതി മാറി പ്രണയിച്ചാൽ ദുരഭിമാന കൊല എന്ന് പറഞ്ഞിട്ട് കെവിനെ കൊന്ന നാടായത്. ആണിനെ പെണ്ണിനെ വെട്ടിക്കൊല്ലുന്ന നാടായത്. പട്ടിണി കിടന്ന മധുവിനെ, ജിൻവാൽജീന്റെ ഒക്കെ സ്റ്റോറി വായിച്ചു കിടന്നവരാ നമ്മൾ. പക്ഷേ മധു പട്ടിണി കിടന്നിട്ട് അല്പം ആഹാരം എടുത്തത് ആൾക്കൂട്ട കൊല നടന്ന കേരളമായത്. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയ്ക്ക് കാവലിരിക്കാൻ ചെന്ന ആദിവാസിയെ കണ്ടപ്പോ കള്ളനാന്ന് തോന്നിയിട്ട് തല്ലിക്കൊന്ന നാടായി കേരളം. ജാതി തീവ്രം ബാധിച്ചൊരു കേരളം, ജാതി അസമത്വം ബാധിച്ചൊരു കേരളം. ഇവിടെയാണ് പറയുന്നത് എന്താണ്? ഇവിടെ ഇതെല്ലാം അങ്ങ് പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ കാപട്യം തിരിച്ചറിയണം. വളരെ കൃത്യമായ പഠനങ്ങൾ ഇവിടെ ആവശ്യമാണ്. വളരെ കൃത്യമായ ഡാറ്റകളുടെ ആവശ്യമാണ്. ആ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പുതിയ വികസന സങ്കല്പം വേണം. SCP TSP ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം? നിങ്ങൾ നോക്കൂ, തെലങ്കാനയിലേക്ക് പോകൂ, കർണാടകയിലേക്ക് പോകൂ. 25 കോടി 30 കോടി രൂപ മുടക്കി പട്ടികജാതിപ്പെട്ടവർക്ക് വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി പഠിക്കാൻ, ഗവേഷണത്തിന്, റിസർച്ചിന്, പരിശീലനത്തിന് വലിയ സെന്റർ ഫോർ ദളിത് സ്റ്റഡീസ് പോലുള്ള CDS പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ SCP ഫണ്ടാ 25 കോടി രൂപ മുടക്കി. അതിന്റെ ചെയർമാനാണ് മല്ലേപ്പള്ളി ലക്ഷ്മയ്യ. അദ്ദേഹം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ SCP എന്ന് പറഞ്ഞാൽ? ഇവിടെ എന്താ TSP എന്ന് പറഞ്ഞാൽ? എന്ത് മാറ്റമാണ് ഉള്ളത്? പട്ടികജാതിക്കാർ സ്ഥാപനങ്ങളുണ്ടോ? കോളേജുകളുണ്ടോ? അപ്പോ ഇതുകൊണ്ട് SCP TSP ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു വികസന നയം വേണം, പോളിസി വേണം. പോളിസി മാത്രം പോരാ. ഇന്ത്യയിലെ 12ഓളം സ്റ്റേറ്റുകളിൽ പട്ടികജാതിക്കാരന്റെ ഫണ്ട് സമയബന്ധിതമായി ചെലവഴിച്ചില്ലെങ്കിൽ അതിന് ഉത്തരവാദിയ ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ, അവനെ അറസ്റ്റ് ചെയ്യാൻ, ജയിലിൽ അടയ്ക്കാൻ അതൊരു ക്രിമിനൽ ആക്ടാണ്. പട്ടികജാതി ഫണ്ട് ദുർവിനിയോഗം ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാണ്. പട്ടികജാതി ഫണ്ട് സമയബന്ധിതമായി ആ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പദ്ധതികൾ വെച്ച് അത് നടപ്പിലാക്കിയില്ല എങ്കിൽ അത് കുറ്റകൃത്യമാണ്. അത്തരം ഉദ്യോഗസ്ഥന്മാർ അഴികളെണ്ണും. അതാണ് SCP TSB ആക്ട്. SC ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് പുതിയ കർണാടക പരിപ്രേക്ഷ്യം. അത് ആന്ധ്ര പരിപ്രേക്ഷ്യം. ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, തെലങ്കാനയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. ഇന്ത്യയിലെ 12 സ്റ്റേറ്റുകളിൽ. എന്താ കേരളത്തിൽ ഇല്ലാത്തത്? അതുകൊണ്ട് ഇവിടെ SCP TSP ആക്ട് വരണം. അതിനുവേണ്ടിയൊക്കെയുള്ള നടപടികൾ ഉണ്ടാകണം. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയം എല്ലാ കാലത്തും കുറെ തമ്പുരാന്മാർ ഇങ്ങനെ നടന്നാ പോരാ. ഇവിടെ പട്ടികജാതിക്കാരൻ എന്താ ആഭ്യന്തരമന്ത്രിയാകാൻ, മുഖ്യമന്ത്രിയാകാൻ ഇതുവരെ വന്നങ്ങ് നിൽക്കുകയാണോ? കേരളം മാറി എന്നാ പറയുന്നത്. പുരോഗമന കേരളമാണ്, നവോത്ഥാന കേരളമാണ്. നവോത്ഥാന കേരളത്തിൽ ഒരു പട്ടികജാതിക്കാരൻ മുഖ്യമന്ത്രിയാകും. ഞങ്ങൾ ചോദിക്കുന്നു മാർക്സിസ്റ്റുകാരനോട്, CPI-കാരനോട്, കേരളത്തിലെ കോൺഗ്രസ്സുകാരനോട്. വലിയ ജനാധിപത്യമാണ് നിങ്ങൾ പറയുന്നത്. അടുത്ത പ്രാവശ്യം UDF വന്നാലും LDF വന്നാലും ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ആർജവം, രാഷ്ട്രീയമായ നട്ടല്, രാഷ്ട്രീയമായ സദാചാരം കേരളത്തിലെ ഏതെങ്കിലും മുന്നണികൾ കൊണ്ടോ? നിങ്ങൾ ജനാധിപത്യത്തെ കുറിച്ച് പറയരുത്. നമ്പൂതിരി കയറിയിരുന്നു, പിന്നെ മേനോ കയറിയിരുന്നു, നായനാര് കയറിയിരുന്നു, നായന്മാര് കയറിയിരുന്നു, ഇപ്പൊ ഒടുവിൽ വന്നിരിക്കുന്നു. ജാതിയുടെ ആളാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം ഏത് ജാതിയാണെന്ന് നമ്മൾ അറിഞ്ഞത് നാമജപ ഘോഷയാത്ര നടത്തി കഴിഞ്ഞപ്പോൾ ഒരു അച്ചിപ്പെണ്ണ് വിളിച്ചു പറഞ്ഞ തെറി കേട്ടപ്പോഴാണ് അയാൾ ആരാണ് നമ്മൾ ജാതി അറിഞ്ഞത്. ഒരു ജാതി അറിയത്തില്ലായിരുന്നു. അത് വേറെ കാര്യം. അങ്ങനെയൊക്കെയാണ് അവര് കാണുന്നത്. എന്ത് വലിയ വിപ്ലവം പറഞ്ഞാലും കോർപ്പറേറ്റ് പറഞ്ഞാലും ഈ ആൾക്കാരെയൊക്കെ അവര് കാണുന്നത് ഇങ്ങനെയാണ്. അത് വേറെ കാര്യം. അതാണ്. ഇതിന് താഴേക്ക് എന്താ കേരളം മാറാത്തത്? പരശുരാമ മഴിവെറിഞ്ഞ് അങ്ങ് പോയതാണല്ലോ. അങ്ങനെ പൊക്കിയെടുത്ത കേരളമാണെന്നാ പറയുന്നത്. ഇവിടെ ദലിതന് മാത്രം എന്താ പറ്റാത്തത്?
ഇത് ആരുടെ കേരളമാണെന്നുള്ളതിന് വണ്ടിക്കൂലി മുടക്കി അങ്ങോട്ട് പോയാൽ മതി. അവിടെ അപ്പുറത്തൊരു കോട്ടയുണ്ട്, പുലിയനാർ കോട്ട, ചേരമാന്നാർ കോട്ട. അതാണ് പറഞ്ഞു തരും ആരുടെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. അവിടെയാ ചരിത്രം കിടക്കുന്നത്, ഇവിടെ അല്ല. അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ കേരളം പട്ടികജാതിക്കാരനെന്താ മുഖ്യമന്ത്രിയായ കുഴപ്പം? കർണാടകയിലായിട്ടുണ്ടല്ലോ, മഹാരാഷ്ട്രയിലായിട്ടുണ്ടല്ലോ, ഇവിടെ മാത്രം എന്താ ആകാത്തത്? അതുകൊണ്ട് ഈ പുരോഗമനം എന്ന് പറയുന്ന പച്ച കള്ളമാണ്, തട്ടിപ്പാണ്. ഈ നവോത്ഥാനന്തര കേരളം എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മിനുക്ക് പണി വെച്ചേക്കുന്ന ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഇത് പൗഡർ ഇട്ട് മിനുക്കിയിരിക്കുകയാണ്. ഇത് മാറണമെങ്കിൽ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ട് തിരുത്താൻ കേരളം തയ്യാറാകണം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തേക്ക് പൊലേനും പറയാനും കുറവനും വന്ന എന്താടോ കുഴപ്പം? പോളിറ്റ് ബ്യൂറോയ്ക്കകത്തോട്ടൊരു പട്ടികജാതിക്കാരൻ രാധാകൃഷ്ണൻ, പാവൻ രാധാകൃഷ്ണൻ അഴിമതി കാണിച്ചിട്ടില്ല. അത്രയും സ്നേഹം എനിക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനോടുണ്ട്. അഴിമതി കാണിക്കാൻ അറിയില്ല. പേടിച്ചാണോ എന്നറിയില്ല. കാരണം എല്ലാവരും ചെയ്യുന്ന അതാണ്. മക്കൾ അഴിമതി കാണിക്കുന്നു, അപ്പം അഴിമതി കാണിക്കുന്നു, ഭാര്യ അഴിമതി കാണിക്കുന്നു, മക്കൾ അഴിമതി കാണിക്കുന്നു. മക്കൾ അഴിമതി പിന്നെ പിടിക്കപ്പെടാതിരിക്കാൻ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് രാഷ്ട്രീയം പോകുന്നത്. രാധാകൃഷ്ണൻ അഴിമതി അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തുണിയൊക്കെ ഉരിഞ്ഞിറങ്ങി പാടത്തങ്ങിറങ്ങി ആ പഴയ പണിയൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. നല്ല മനുഷ്യൻ. ദേവസ്വം ബോർഡ് കൊടുത്തു. ഇതൊരു വല്ലാത്തൊരു പണിയാണ്. ഈ പ്രസവ വാർഡിന്റെ ചുമതല, ആ സെക്യൂരിറ്റി ഒരു പുരുഷന് കൊടുക്കുന്ന പോലെ അകത്ത് കയറി ഈ സെക്യൂരിറ്റി പണി പോലാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അകത്ത് പട്ടികജാതിക്കാരന് ചാർജ് കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് തിരുവുള്ളക്കേട് ഉണ്ടാക്കുന്ന ഒരു പണിയല്ലേ? പട്ടികജാതി വികസനം കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ കൂട്ടത്തിൽ വേറെന്തെങ്കിലും കൊടുക്കൂ. എന്താ വിദ്യാഭ്യാസം കൊടുത്താൽ പറ്റില്ലേ? നേരത്തെ അങ്ങനെ കൊടുത്തിട്ടില്ലേ? വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല എങ്കിലും ട്രാൻസ്പോർട്ടൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. ബാലകൃഷ്ണൻ നമുക്കറിയാം, KK ബാലകൃഷ്ണൻ സാറിനെ പോലുള്ളവർ. അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടതിന് പകരം ഒരിക്കലും ചേരാത്ത രണ്ട് വകുപ്പ്, ഒരേ സമയത്ത് സമുദായത്തെ നോക്കാൻ ഒരു വകുപ്പും സമുദായത്തെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ചാതുവർണ്ണികരെ സംരക്ഷിക്കാൻ മറ്റൊരു വകുപ്പും, ഇങ്ങനെ ഘടകവിരുദ്ധമായ രണ്ട് വകുപ്പുകൾക്കകത്ത് ആ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തു. അവസാനം മന്ത്രി പദവിയിൽ നിന്ന് ഈ ഒഴിയുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. പയ്യന്നൂർ ഒരു അമ്പലത്തിൽ ചെന്ന് വിളക്ക് കൊളുത്താൻ നേരം നമ്പൂതിരിമാർ പറഞ്ഞു മാറിക്കിടാന്ന് പറഞ്ഞു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് മന്ത്രിയായാലും എനിക്ക് അയിത്തമുണ്ട് എന്ന്. കുറച്ചുനാൾ അത് രഹസ്യമാക്കി വെച്ചു. പിന്നെ അത് പരസ്യമായി പറയാൻ തീരുമാനിച്ചു. പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കിന് ഇനി കേരളത്തിൽ നിൽക്കണ്ട മോനെ എന്ന് തമ്പുരാക്കന്മാര് പറഞ്ഞു. എന്നിട്ട് പാർലമെന്റിലേക്ക് അയച്ചു. മലയാളത്തിലല്ലാതെ ഇംഗ്ലീഷിൽ പാവം പ്രസംഗിക്കാറില്ല. ഞാൻ കളിയാക്കുകയല്ല, വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജോലിയും ശീലവും അല്ലാത്തതുകൊണ്ട് ബിട്ടാസിനെ പോലെയൊക്കെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലല്ലോ. അതല്ലായിരുന്നല്ലോ പാർട്ടി ഇവിടെ കൊടുത്ത പണി. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി മിണ്ടാതിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമായിരുന്ന സത്യസന്ധനായ സമുദായ സ്നേഹമുള്ള, പാർട്ടിയെ പേടിച്ച് സമുദായ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാൻ പലപ്പോഴും ഇങ്ങനെ അല്പം മടി കാണിച്ചിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. എങ്കിലും എത്രയോ ഭേദമായിരുന്നു, കേളുവിനേക്കാൾ ഭേദമായിരുന്നു. ഇപ്പൊ കേളുവിനെ കൊണ്ടുവച്ചിട്ടാണ് ഈ നാടകം കളിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്ന് വയനാട്ടിൽ ഒരൊറ്റ പട്ടിണിക്കാരൻ്റെ കേളു പ്രഖ്യാപിക്കുകയാണ്. സ്വന്തം നാട്ടിൽ വയനാട്ടിൽ അവിടെ അടിയാൻ പട്ടിണി കിടക്കുന്നവൻ, ആദിവാസികൾ, അവന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടൊരു സഖാവ് കേളുവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കും പട്ടിണിയില്ല എന്ന്. തൊട്ടടുത്ത ദിവസം ഇന്നലെ അട്ടപ്പാടി പാലക്കാട്ടും പട്ടിണി ഇല്ലാതാക്കി. നാളെ ഇവിടെ കേരളത്തിലൂടെ പ്രഖ്യാപിക്കുന്നതോടുകൂടി കേരളത്തിൽ ഇനി ഇല്ല. ഇതൊരു കൊലച്ചതിയാണ്. ഇതൊരു ഭരണകൂട ഭീകരതയാണ്. ഒരു ജനതയുടെ വികസനത്തിന്, അവരുടെ ക്ഷേമത്തിന്, അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്, അവന്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും വികസനപരവുമായ മുന്നേറ്റത്തിന് അനുകൂലമായ ഒരു പദ്ധതികളും ഇനി വേണ്ട. ഇനി അവനെ നോക്കണ്ട. ഡൽഹിയിൽ ഉച്ചകോടി നടത്തിയപ്പോൾ വിദേശികളായിട്ടുള്ള വിദേശ പ്രതിനിധികൾ വന്നപ്പോൾ അവർ കാണാതിരിക്കാൻ ചേരിയിലെ പാവപ്പെട്ടവരെ മറച്ചു പിടിച്ച് അവിടെ ഇങ്ങനെ കട്ടൻ വലിച്ചു കെട്ടി. എന്നിട്ട് അതിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വെച്ചു. മോഡി ഇത് മറച്ചു പിടിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് വെട്ടിക്കളയില്ല എന്ന് പറയുക. അവിടെ ഉണ്ട്, അവരെ നിഗ്രഹിച്ചില്ല. പക്ഷെ കേരളം ചെയ്യുന്നത് പൂർണ്ണമായി നിഗ്രഹിക്കുകയാണ്. ദരിദ്രരില്ല. ഇനി ദരിദ്രരില്ലെങ്കിൽ പിന്നെ അവന് ചോറ് കൊടുക്കണ്ട, അവന്റെ റേഷൻ കാർഡുകൾ ഇനി എടുക്കാം, അവന് പിന്നെ അരി കൊടുക്കണ്ട, അവന് വസ്ത്രം കൊടുക്കണ്ട, അവന് മരുന്ന് കൊടുക്കണ്ട, അവൻ ഇല്ല. എത്ര വലിയ ഭീകരമായ ഒരു കൊലപാതകമാണ്. ഒരു എത്തിനി ക്ലീൻസിങ് എന്നൊക്കെ പറയും, വംശവിച്ഛേദം. പലസ്തീനിൽ ആരുമില്ല എന്നാണല്ലോ ഇപ്പൊ ഇസ്രായേൽ പറയുന്നത്. അവിടെ ഇല്ല, അവിടെ ആരും വേണ്ട, പലസ്തീനികൾ വേണ്ട. ഇതാണ് കേരളം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ ഒരു ജനതയാണ് നാളെ ഇവിടെ വേണ്ട എന്ന് പറയുന്നത്. ആഫ്രിക്കക്കാർ പറയും ആഫ്രിക്ക ഈസ് റിച്ച്, ആഫ്രിക്ക സമ്പന്നമാണ്. കാരണം അവിടെ ഭൂമിയുണ്ട്, അവിടെ സ്വർണമുണ്ട്, അവിടെ മറ്റെല്ലാം ഉണ്ട്, ഖനനം ചെയ്യാൻ എല്ലാം ഉണ്ട്. പക്ഷെ ആഫ്രിക്കൻസ് ആർ പുവർ
എന്ന് പറയുന്ന പോലെ കേരളം വലിയ സമ്പന്നമാ. കേരളം സ്വർഗത്തിലാണ്, ദളിതർ മാത്രം നരകത്തിലാണ്. കേരളം സ്വർഗത്തിലാണ്, ആദിവാസികൾ നിത്യ നരകത്തിലാണ്. അതിന്റെ പേരാണ് ഈ പറയുന്ന നവോത്ഥാന കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാപട്യം ഇത് പിച്ച് ചീന്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ ഇതിനോട് പ്രതിഷേധിക്കാൻ അംബേദ്കറൈറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നു. നാളെ കരിദിനം ആചരിക്കാനാണ് കേരളത്തിലെ അംബേദ്കറൈറ്റുകൾ തീരുമാനിക്കുന്നത്. ഈ രാജ്യത്ത് അതിദരിദ്രരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദളിതരുടെ അസ്തിത്വം തന്നെ നിഷേധിക്കുന്ന, അവന്റെ വികസനത്തെ മുരടിപ്പിക്കുന്ന, അവനെ വഞ്ചിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയാണ്, ടെററിസമാണ് ഇവിടെ നാളത്തെ പ്രഖ്യാപനം കൊണ്ട് നിർവഹിക്കുന്നതെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ കേരളത്തിലെ ദളിതരോട്, കേരളത്തിലെ സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള പൗരസമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ കൃത്യമായ ജാതി സെൻസസ് നടപ്പിലാക്കണം. അതുകൊണ്ട് മാത്രമേ കേരളം മാറുകയുള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയം ഒന്നുകൂടെ CPM-ന് ഇവിടെ 14 ജില്ലാ സെക്രട്ടറിമാരുണ്ട്. സെക്രട്ടറി കേന്ദ്രീകൃത പാർട്ടിയാണ് CPM. പാർട്ടി സെക്രട്ടറിക്കാണ് വലിപ്പം, പിന്നെ ജില്ലാ സെക്രട്ടറിമാരാണ് കാര്യം തീരുമാനിക്കുന്നത്. ഇത്രയും കാലം കഴിഞ്ഞില്ലേ? തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം പറഞ്ഞൊരു പാർട്ടിക്കകത്ത് യഥാർത്ഥ പണിയെടുക്കുന്ന തൊഴിലാളികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി ആക്കാമല്ലോ. ഒറ്റ ഒരാളെ. എന്താ പറ്റാത്തത്? ഒരു പട്ടികജാതിക്കാരൻ പോലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തില്ല. KPCC അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്താ കൊടിക്കുന്നിൽ സുരേഷിന് ഇത്ര വലിയ അയിത്തം? ബാക്കി എല്ലാവർക്കും ആകാം. ആയവരോട് വലിയ മലമൊന്നും മറിച്ചിട്ടില്ലെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ആരാണ് യോഗ്യരെന്ന് ചോദിച്ചാൽ അവര് തമ്മിൽ പോലും ഒരു തീരുമാനമില്ലല്ലോ. നയന്മാർക്കിടയിൽ ഏരാ മെച്ചം, അവര് തമ്മിലോട്ട് യോജിപ്പുമല്ലോ ഉണ്ടോ? എന്നാ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി ഇത്ര നീണ്ടകാലം പാർലമെന്റിൽ പോയൊരു മനുഷ്യനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒന്ന് ഇരുത്തിക്കൂടെ? പുള്ളിയും കരഞ്ഞു പറഞ്ഞല്ലോ എനിക്കൊക്കെ എപ്പോഴാ സ്ഥാനം കിട്ടുന്നതെന്ന്. അപ്പൊ ഞാൻ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഒന്ന് ഇരുത്ത്. ഇല്ല എങ്കിൽ ഇനി നിന്റെയൊക്കെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണണമെന്നുള്ളതൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ആലോചിക്കും. അയ്യങ്കാളുടെയും അംബേദ്കറുടെയും കൊച്ചുമക്കൾ ആലോചിക്കുന്ന ഒരു കാലത്താണ് ഇനി. അധികകാലം ഈ പണി, ഈ വഞ്ചന നടക്കുമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് KPCC പ്രസിഡന്റ് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. അതുകൊണ്ട് DCC പ്രസിഡന്റുമാർക്കാണ് സ്ഥാനം. വെള്ളയിട്ട ഒരൊറ്റ DCC-കാരൻ പ്രസിഡന്റ് സ്ഥാനത്ത് പട്ടികജാതിക്കാരനുണ്ടോ? അപ്പൊ അപ്പുറത്ത് CPM-ൽ സെക്രട്ടറി ആകാൻ പറ്റില്ല, കോൺഗ്രസിൽ ഒട്ട് പ്രസിഡന്റും ആകാൻ പറ്റില്ല. പിന്നെ എന്താകാൻ പറ്റും? കോൺഗ്രസ് അയക്കൂ. എന്താകാൻ പറ്റും? വേണമെങ്കിൽ എന്താണ് PKS അയക്കൂ. അതാണ് രാജ്യസഭയിൽ പോയ സോമപ്രസാദിന്റെ സ്ഥാനം PKS എന്ന് പറയുന്ന തൊഴുത്താണ്. എല്ലാ പാർട്ടിക്കും ഓരോ തൊഴുത്തുണ്ട്. തൊഴുത്തിനകത്ത് നിന്നാൽ മതി. ഈ തൊഴുത്തൊക്കെ അങ്ങ് മാറ്റണം. അത് വേണ്ട. അതിനാണ് ജാതി സെൻസസ് വേണം എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ തടവറ നിൽക്കുന്ന പട്ടികജാതിക്കാരനടക്കം ആലോചിക്കണം. കാലത്തിനനുസരിച്ച് കണ്ണു തുറക്കണം, തിരുത്തണം. ഒരു പുതിയ രാഷ്ട്രീയം, പ്രത്യേകിച്ചും ഇന്ത്യ സംഘപരിവാർ ഇല്ലായ്മ ചെയ്യുന്ന, മതേതരത്വം കുഴിച്ചു മൂടുന്ന, ആൾക്കൂട്ട കൊലകളിലൂടെ രാജ്യത്തെ ഇല്ലാതാക്കുന്ന, ഭരണഘടനയെ പിച്ചു ചീന്തുന്ന ഹിന്ദുരാഷ്ട്രത്തിന്റെ ഒരു അത്തരം അപകടകര മുനമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മുനമ്പിൽ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം എന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എന്റെ അവകാശമാണ്. ആ തീരുമാനം, ആ അധികാരം, ഞങ്ങളെ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ഇന്ത്യൻ പൗരന്റെ ജനാധിപത്യപരമായ അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നതെങ്കിൽ ആ വോട്ട് ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെ കാസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള എന്റെ അധികാരത്തെ വെട്ടിക്കളയാൻ ഒരു ഗാനേഷ് കുമാറിനും അധികാരമില്ല. ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനയ്ക്ക് മുകളിലാണ്. മോഡിയുടെ, അമിത്ഷായുടെ, RSSന്റെ കാര്യാലയമാണ് ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫീസ്. അതുകൊണ്ട് അയാൾക്കെതിരെ FIR പറ്റില്ല പോലും. ഇലക്ഷൻ കമ്മീഷനെതിരെ, കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. അയാൾക്ക് എന്ത് തോന്നിവാസവുമാകാം. ആ തോന്നിവാസത്തിന്റെ പേരാണ് SIR എന്ന് പറയുന്നത്. ക്വിക്ക് വെരിഫിക്കേഷൻ, വോട്ടർ വെരിഫിക്കേഷൻ. എന്തിനാ? സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം, 78 കൊല്ലമായി ജനാധിപത്യം വന്നു. 75 വർഷം കഴിഞ്ഞു. ഇതുവരെ തോന്നാത്തൊരു കാര്യം, പൗരനാണ്, വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലേ, വോട്ടർ ID ഇല്ലേ? ഉണ്ടല്ലോ. അതിനപ്പുറം വേറെന്ത് വേണം? അനി ആധാർ കാർഡ്, ബയോമെട്രിക് ഇൻഫർമേഷൻ, റെറ്റീനയുടെ പടമെടുത്തിട്ട് ആധാർ കാർഡ്, കോടികൾ തൊലച്ചുണ്ടാക്കിയ ആധാർ, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് 68 ലക്ഷം പേരെ ബീഹാർ വെട്ടിക്കളഞ്ഞു. എന്താ കാര്യം? കാസ്റ്റ് സെൻസസ് വന്നതിന്റെ തൊട്ടു പുറകെ ഒരുപക്ഷെ അവകാശ രാഷ്ട്രീയ ബോധത്തോടെ വരാൻ സാധ്യതയുള്ളവർ പിന്നോക്കക്കാരും ദലിതരും മുസ്ലിങ്ങളും ആണെങ്കിൽ നീയൊന്ന് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവരെ വെട്ടിക്കളഞ്ഞത്. എന്നിട്ട് സുപ്രീം കോടതി ഇടപെട്ടപ്പോ 2 ലക്ഷം പേര് രക്ഷപ്പെട്ടു, 65 ലക്ഷം പേര്, 3 ലക്ഷം പേര്
അവരെ തിരിച്ചു വന്നു. ഇപ്പോ അവസാനം 65 ലക്ഷം പേര് ഇപ്പൊ ഉണ്ട്. മൊത്തത്തിനെ വെട്ടിക്കളയാനായിരുന്നു 65 ലക്ഷം പേര് പുറത്തായി, 3 ലക്ഷം പേര് തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞത് 65 ലക്ഷം പേര് ഈ നോട്ടർമാരല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ഡെമോക്രസിയുടെ ഗതി എന്താ? ഇന്ത്യൻ ജനാധിപത്യം എവിടെയാണ്? ഭരണഘടന പറയുന്ന ആ വോട്ടവകാശം, പൗരത്വം, ഇതിനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന 2019. ആ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന NRC കൊണ്ടുവന്നവർക്ക് അത് ആ രീതി തുടരാൻ കഴിയാത്തപ്പോൾ മറ്റൊരർത്ഥത്തിൽ നമ്മളോട് പറയുകയാണ്, നാളെ RSS തീരുമാനിക്കും നമ്മളിൽ ആരൊക്കെ വോട്ട് ചെയ്യണമെന്ന്. ഞാനും പാലത്തുംപാടിനും നാളെ വോട്ട് ചെയ്യണ്ട എന്നാണ് ശാഖകളിൽ തീരുമാനമെടുക്കുന്നതെങ്കിൽ RSSന്റെ ശാഖകളൊക്കെ ആയിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ യൂണിറ്റുകൾ. നാളെ വോട്ട് ചെയ്യണ്ട. ആരാണിത് പറയാൻ? ഇവർ അങ്ങനെ ഒരു അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ? അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് മൂക്ക് കയറിടണം, ഇത് തിരുത്തണം, സുപ്രീം കോടതി ഇടപെടണം. നമ്മുടെ BR ഗവായി ഇനിയും സ്ഥാനമൊഴിയാൻ ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതിനുള്ളിലെങ്കിലും ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ ഭരണഘടനാ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്രയും കൂടി ചെയ്തിട്ടൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് അങ്ങനെയാണ് ഒരു പക്ഷേ ഈ വോട്ട് ചോറിയുടെയും വോട്ട് കൊള്ളയുടെയും പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ നടന്നു. ഇനി കേരളത്തിൽ ഇപ്പൊ SIR മിനിയാന്ന് തുടങ്ങിയില്ലേ? ഇവിടെ തുടങ്ങി, ഇനി വരാൻ പോവുകയാ. കണ്ടറിയണം, ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്, തെരഞ്ഞെടുപ്പുകളെ അസാധുവാക്കുകയാണ്, തട്ടിപ്പാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അനുവദിക്കാൻ പാടില്ല. ബാബാ സാഹേബ് അംബേദ്കറുടെ ആത്മാവിനെയാണ് വേട്ടയാടുന്നത്. ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യം വിഭാവന ചെയ്ത ബാബാ സാഹേബ് അംബേദ്കറെയാണ് ഒരർത്ഥത്തിൽ ഇങ്ങനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഈ തട്ടിപ്പ് അനുവദിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ ജനാധിപത്യത്തെ വീണ്ടെടുക്കണം. ഇന്ത്യൻ ഡെമോക്രസിയെ, ഇന്ത്യയുടെ സെക്കുലറിസത്തെ, ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യയിലെ ദളിതർക്ക് ചരിത്രപരമായ ബാധ്യതയുണ്ട്. കാരണം ഈ ഭരണഘടന നിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ ഭരണഘടനയും ഇത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അതിന്റെ മൂല്യങ്ങളുമൊക്കെ ഞങ്ങൾ സംഭാവന ചെയ്തതാണ്. ഞങ്ങളുടെ പൂർവികർ 1919 മുതൽ 45-46 വരെ ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളിൽ വരെ മഹാനായ ബാബാ സാഹേബ് BR അംബേദ്കറും അംബേദ്കറോടൊപ്പം ഇന്ത്യയിലെ അവർണരായ മുസ്ലിങ്ങളായ ഭരണഘടനാ പണ്ഡിതന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് പൊരുതി വാങ്ങിയ ഒരു ജനാധിപത്യം. ആ ജനാധിപത്യ സംസ്കാരത്തെ കുഴിച്ചു മൂടുമ്പോൾ നൊമ്പരപ്പെടുന്നത് ഈ ഭരണഘടന മൂല്യങ്ങളെ താലോലിക്കുന്ന, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭരണഘടന പറയുന്ന ജനാധിപത്യം യാഥാർത്ഥ്യമാകുന്ന ഒരു സ്വാതന്ത്ര്യ പുലരി സ്വപ്നം കാണുന്ന, ഒരു ജനാധിപത്യ സ്വപ്നം കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരിവിടെയുണ്ട്. അവന്റെ പ്രതീക്ഷകളുടെ മുമ്പിലാണ് സൂര്യാസ്തമയവുമായി ഇലക്ഷൻ കമ്മീഷൻ വരുന്നതെങ്കിൽ, ഹിന്ദുത്വ ഫാഷിസം വരുന്നതെങ്കിൽ സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. സംവരണം വേണ്ട, സാമ്പത്തിക സംവരണം തൊലച്ചു, എന്നിട്ടിപ്പോൾ ഉപസംവരണം, ക്രീമി ലെയർ. എന്ത് ക്രീമി ലെയർ ആണോ? പട്ടികജാതിക്കാരൻ ഒരു രക്തമാണ്. ബാബാ സാഹേബ് പറഞ്ഞ പോലെ ബ്ലഡ് ഓഫ് ദ ബ്ലഡ് ആൻഡ് വെയിൻ ഓഫ് ദ വെയിൻ. ഒരു മജ്ജയാണ്, ഒരു മാംസമാണ്, ഒരു ജനതയാണ്. ആ ജനതയെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വേർതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അംബേദ്കർ ക്രീമി ലെയർ ആകുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പഠിച്ച് യൂറോപ്പിൽ പോയി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച, വിജ്ഞാനം വെട്ടിപ്പിടിച്ച അംബേദ്കർ ആ മനുഷ്യനാണ് ഇന്ത്യയിൽ ദളിതന് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, ഇന്ത്യക്കാരന് വേണ്ടി അവസാനം ഉറക്കവളഞ്ഞ് പോരാടിയത്, ഭരണഘടന എഴുതിയത്. അങ്ങനെ എത്രയെത്രയോ മനുഷ്യർ, കൻഷിറാം വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. ക്രീമി ലെയറ. മായാവതി ക്രീമി ലെയറ. ഈ അംബേദ്കർ പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഈ രാജ്യത്ത് കെട്ടിപ്പടുത്ത് നേതൃത്വം കൊടുത്തത് ബുദ്ധിജീവികളായത്, ദളിത് എഴുത്തുകാരായത്, ചിന്തകന്മാരായത് ക്രീമി ലെയറുകാരാ. അല്പം വിദ്യാഭ്യാസം കിട്ടിയവർ, അല്പം ജോലി കിട്ടിയവർ, അല്പം വെളിച്ചമുണ്ടായവർ. അങ്ങനെയുള്ളവന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞാൽ ഈ സമുദായത്തെ ജീവച്ഛവമാക്കി ഇല്ലാതാക്കാം. ഈ വാദമാണ് സുപ്രീം കോടതി വിധിയിലൂടെ 2024 ഓഗസ്റ്റ് 1 വന്നത്. 2 ഉപസംവരണം. ഇപ്പോ അതിന്റെ വക്താക്കളായി ചില അംബേദ്കറൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇന്നലകളിൽ പട്ടികജാതിക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എല്ലാ മാസവും നോട്ട് തരൂ, വോട്ട് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തി ജീവിച്ചവർ പോലും ഇപ്പൊ കേരളത്തിൽ സംഘപരിവാറിന് കൂട്ടുനിന്നുകൊണ്ട് അവർ പുതിയ സംഘീയ ഗ്രാമങ്ങളുമായി ഇറങ്ങിയിട്ട് പട്ടികജാതിക്കാരുടെ വിഭജനം ഉണ്ടാക്കി പറയുകയാണ് ക്രീമി ലെയർ ശരിയാണ്, ഉപസംവരണം ശരിയാണ്. ഈ രാജ്യത്തെ ദളിതന്റെ അവകാശങ്ങൾ അട്ടിമറിക്കാൻ സംഘപരിവാർ കൊണ്ടുവരുന്ന അജണ്ടകൾക്ക് കൂട്ടുനിൽക്കാൻ അംബേദ്കറൈറ്റുകൾക്ക് എങ്ങനെയാണ് കഴിയില്ല. അതുകൊണ്ട് അംബേദ്കർക്ക് മനസ്സിലാക്കണം, ഈ ഉപസംവരണവും ഈ ക്രീമി ലെയറും ഇതുപോലുള്ള സംവരണ വിരുദ്ധ നീക്കങ്ങളുമെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദു രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തെ ഇവിടെ യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അധികാര ഘടനയിലേക്ക് ജനാധിപത്യ ബോധമുള്ള, മാനവികതയുള്ള,
പൗരബോധമുള്ള ഇന്ത്യയിലെ അടിസ്ഥാന പിന്നോക്ക സമൂഹങ്ങളുടെ പ്രാതിനിധ്യം അധികാര ഘടനയ്ക്കകത്തേക്ക്, ഭരണനിർവഹണത്തിന് തലങ്ങൾക്കകത്തേക്ക്, ഗവർണൻസിലേക്ക് വരുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ ഗവർണൻസിനകത്ത് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കേവലം 100 ചില്ലുവാനം പേര് പാർലമെന്റിലുണ്ട്, ഒരു കാര്യവുമില്ല. 16 പേര് കേരളത്തിലുണ്ട്, വല്ല കാര്യമുണ്ടോ? അങ്ങനെ പോയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ചങ്കൂറ്റത്തോടെ സമുദായത്തിന് വേണ്ടി നട്ടല്ലോടെ നിവർന്നു നിന്ന് കണക്ക് പറഞ്ഞ് അവകാശങ്ങൾ ചോദിക്കാൻ കഴിയുന്ന സമുദായ പ്രതിനിധികളെ നിയമസഭയിൽ എത്തിക്കണം. അതാ പരിഹാരം. അങ്ങനെയുള്ളവർ പാർലമെന്റിൽ പോകണം. ഇപ്പോൾ ഉള്ളവരിഞ്ഞ് പോന്നോട്ടെ. അവിടെ ആണത്തമുള്ള തൻ്റെ ഇടമുള്ള അംബേദ്കറുടെ മക്കൾ കയറിയിരിക്കണം. അയ്യങ്കാരുടെ ചോര കൊണ്ട് നടക്കുന്ന കൊച്ചുമക്കൾ കേരളത്തിന്റെ നിയമസഭയിൽ കയറിയിരിക്കണം. അതിനുള്ള മാർഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ ആലോചനകൾ ELF സംഘടിപ്പിക്കുന്ന ഈ ഓപ്പൺ സെമിനാറുകളിൽ നമ്മൾ ആലോചിച്ച് പിരിയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് അത്തരം ഒരു പുതിയ രാഷ്ട്രീയം, പ്രാതിനിധ്യ രാഷ്ട്രീയത്തിന് അർത്ഥമുണ്ടാകുന്നത് എഫക്റ്റീവ് റെപ്രസെന്റേഷൻ വരുമ്പോഴാണ്. കേവലം പ്രതിനിധികൾ പോരാ, എഫക്റ്റീവ് റെപ്രസെന്റേഷൻ വരണമെങ്കിൽ ആ ഭരണഘടന എഴുതിയ മഹാനായ അംബേദ്കറെ 51 ആദ്യ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു. മണ്ടന്മാരെ അപ്പുറത്ത് നിർത്തി സവർണർ തോൽപ്പിച്ചു. 53 ബാബാ സാഹബിനെ രണ്ടാമത് തോൽപ്പിച്ചു. ഈ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ആത്മാർത്ഥതയുള്ള സമുദായ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു വരാൻ ഈ രാഷ്ട്രീയം അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇതിന് പരിഹാരം വേണം. അദ്ദേഹം പറഞ്ഞു, ക്വാളിറ്റേറ്റീവ് ജോയിന്റ് ഇലക്ടറേറ്റ് വരണം. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പട്ടികജാതിക്കാരൻ മത്സരിച്ചാൽ 50% വോട്ട് സമുദായത്തിൽ നിന്ന് തന്നെ കിട്ടണം, ബാക്കി 50 മതി മറ്റുള്ളവർക്ക്. ക്വാളിറ്റേറ്റീവ് ജോയിന്റ് ഇലക്ടറേറ്റ് 1955 ബാബാ സാഹേബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, എന്താണ് പ്ലൂറൽ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അത് അദ്ദേഹം പറഞ്ഞു 1955 ഓഗസ്റ്റ് മാസം 27 ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ വാർഷിക സമ്മേളനത്തിൽ പരിനിർവാണം പ്രാപിക്കുന്നതിന് 1 കൊല്ലം മുമ്പ് ബാബാ സാഹേബ് അംബേദ്കർ അവതരിപ്പിച്ച പ്രമേയം. അതിൽ പറഞ്ഞു, ഈ കൊളോണിയൽ മോഡൽ തെരഞ്ഞെടുപ്പ് നമുക്ക് വേണ്ട, നേരെ മറിച്ച് പ്ലൂറൽ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് വേണം, പ്രൊപ്പോർഷനേറ്റ് ഇലക്ടറൽ സിസ്റ്റം വേണം, PS വേണം. ഈ 2 വിപ്ലവകരമായ നിർദ്ദേശങ്ങൾ അംബേദ്കർ വെച്ചുവെങ്കിൽ ELFന്റെ ഈ സ്ലോഗൻ റെപ്രസെന്റേഷനെ സംബന്ധിച്ച, ഈ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ സംബന്ധിച്ച്, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നവീനമായ ലോകത്തെ 80ഓളം ഡെമോക്രസികൾ 80 ഡെമോക്രസീസ് ഹാസ് ബീൻ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ഈ PS, പ്രൊപ്പോർഷനേറ്റ് ഇലക്ടറേറ്റ് സിസ്റ്റം, PS മാറിയിരിക്കുന്നു. ജർമ്മനിയിൽ അതാണ്, നോർവേയിൽ അതാണ്, സ്വീഡനിൽ അതാണ്. അങ്ങനെ തുടങ്ങിയ ലോകത്തെ 80 ജനാധിപത്യ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനകത്ത് ജാതിക്കും ഫാസിസത്തിനും തിരിച്ചു വരാൻ പറ്റാത്ത പുതിയൊരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണ രീതിയാണ്. 1 ഇന്ത്യ 1 ഇലക്ഷൻ അല്ല വേണ്ട, അതവിടെ വെച്ചാൽ മതി. പകരം PS പോലുള്ള കാര്യങ്ങൾ വരണം. ഇത്തരം കാര്യങ്ങളിലേക്ക് അംബേദ്കർ മുന്നോട്ട് വെച്ച അംബേദ്കറൈറ്റ് രാഷ്ട്രീയത്തിന്റെ പുതിയ സാധ്യതകളിലേക്കൊക്കെ ആലോചിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ചുരുക്കുകയാണ്. ഒരിക്കൽ കൂടി, നാളെ നടക്കുന്ന വലിയ വഞ്ചന, ആ വഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിന് കഴിയണം. കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ഉയരണം. കേരളത്തിൽ ജാതി സെൻസസ് യാഥാർത്ഥ്യമാക്കാൻ, ഒപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭരണഘടനയുടെ രാഷ്ട്രീയം ഏറ്റെടുക്കാനുള്ള വിശാലമായ പ്രായോഗികമായ ഐക്യത്തിലേക്ക് വിഭാഗീയതകൾ മറന്ന് ഉപജാതി ചിന്തകൾ മാറ്റിവെച്ച് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇന്ത്യയിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലം, ഒപ്പം സമുദായത്തെ സ്നേഹിക്കുന്നവരെല്ലാം യോജിച്ചു നിൽക്കേണ്ട ഐക്യത്തിന്റെ യൂണിറ്റിയുടെ ഒരു കാലമാണ്. അതാണ് ആവശ്യപ്പെടുന്നത്. ആ നിലയിലേക്ക്, ഐക്യത്തിലേക്കും കൂട്ടായ ബാബാ സാഹേബ് അംബേദ്കറുടെ റെനഡേ ഗാന്ധി ആൻഡ് ജിന്നയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പരിഹാരം? അദ്ദേഹം പറയുന്നത് കൺസെർട്ടഡ് ആക്ഷൻ എന്നാണ്. യോജിച്ച മാറ്റത്തിന് വേണ്ടി അനീതി നടപ്പിലാക്കുന്ന അഥവാ അനീതി പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിനും അതേപോലെ ഈ രാജ്യത്തെ ശത്രുക്കൾക്കെതിരെ നീതിക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനമാണ്, ഐക്യമാണ് പരിഹാരം, സംഘാതമായ പ്രവർത്തനമാണ് പരിഹാരം എന്ന് ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് അംബേദ്കറിസം എന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ബാബാ സാഹേബ് ER അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാരുടെയും പ്രകീലപ്പച്ചന്റെയും നവോത്ഥാന നായകന്മാരുടെയും എല്ലാം ആ ധാരകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ദളിതർക്ക് ഇന്ന് ആവശ്യം വിശാലമായ ഐക്യമാണ്. ആ ഐക്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഫാഷിസ്റ്റ് സമഗ്രാധിപത്യത്തെ ചെറുക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനും വീണ്ടെടുക്കാനും നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരത്തിൽ ഒരു സെമിനാർ, അർത്ഥപൂർണമായ സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ കേരള സമൂഹത്തെ പഠിപ്പിച്ചെടുക്കാൻ, കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ പ്രബുദ്ധരാക്കാൻ മുന്നോട്ട് വന്ന ELFന്
അതിൻ്റെ സംഘാടകരായ പാലത്തുംപാടൻ അടക്കമുള്ള ലിതേഷ് അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു. ജയ് ഭീം.